വേദിയിലേക്ക് ഡോക്ടർ സന്ധ്യ എസ് നായർ മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. പ്രശസ്ത സാഹിത്യകാരൻ സതീഷ് ബാബു പയ്യന്നൂർ, നാടക സംവിധായകനും അഭിനേതാവുമായ പ്രശാന്ത് നാരായണൻ, അകാലത്തിൽ നമ്മെ വിട്ടുപോയ ഈ രണ്ട് സർഗപ്രതിഭകളുടെ ദീപ്തസ്മരണകളിലൂടെയുള്ള സഞ്ചാരം. അരികിലാരോ കഥ പറയുന്നു. ഈ അനുസ്മരണ കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ സൗമ്യ സാന്നിധ്യമായിരുന്നു ശ്രീ സതീഷ് ബാബു പയ്യന്നൂർ. എല്ലാവരുടെയും ഓർമ്മകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ രൂപത്തെ പോലെ തലയെടുപ്പോടെ അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിൽക്കും. തീരെ ചെറുപ്പത്തിൽ തന്നെ എഴുത്തുകാരനായി തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സതീഷ് ബാബു പയ്യന്നൂർ ദൃശ്യമാധ്യമ രംഗത്തും പിന്നീട് ഭാരത് ഭവൻ്റെ സാരഥി എന്ന നിലയിൽ കലാസാംസ്കാരിക മേഖലയിലും ആർക്കും മറക്കാനാകാത്ത സംഭാവനകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. സകലരിലും ആഘാതമേൽപ്പിച്ചുകൊണ്ട് തീർത്തും അപ്രതീക്ഷിതമായി നമ്മെയെല്ലാം വിട്ടുപിരിഞ്ഞ് സതീഷ് ബാബുവിൻ്റെ ഓർമ്മയ്ക്കായി ഭാരത് ഭവൻ ഒരുക്കിയ കലാലയ സാഹിത്യ മത്സരത്തിലെ വിജയികൾക്കുള്ള പുരസ്കാരദാനവും ഈ അനുസ്മരണ കൂട്ടായ്മയ്ക്കൊപ്പം അരങ്ങേറുന്നതാണ്. സതീഷ് ബാബു പയ്യന്നൂരിനെ പോലെ തന്നെ അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ് മറ്റൊരു അസാമാന്യ പ്രതിഭയാണ് പ്രശാന്ത് നാരായണൻ. നാടകകൃത്ത്, സംവിധായകൻ, നടൻ എന്നീ നിലകളിൽ പ്രസിദ്ധനായ അദ്ദേഹം കഥകളി അരങ്ങത്തും ഉജ്ജ്വല ശോഭ ചൊരിഞ്ഞ കലാകാരനായിരുന്നു. ഛായാമുഖി എന്ന ഒരൊറ്റ നാടകം മതി അദ്ദേഹം എന്നെന്നും ഓർമ്മിക്കപ്പെടാൻ. 60-ലേറെ നാടകങ്ങളുടെ രചയിതാവും സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാര ജേതാവുമായിരുന്ന പ്രശാന്ത് നാരായണൻ്റെ സ്മരണകൾക്ക് മുൻപിലും പ്രണാമമർപ്പിക്കുന്നു. നഷ്ടപ്പെടലിൻ്റെ വേദനകൾക്കപ്പുറവും ഈ രണ്ട് അസാമാന്യ പ്രതിഭകൾ തുറന്നുവച്ച് സർഗാവതരണത്തിൻ്റെ വഴികളിലൂടെ നാം ഇനിയും ഏറെ ദൂരം മുന്നോട്ട് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സായാഹ്നം. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാ ആദരണീയ വ്യക്തിത്വങ്ങളെയും സുഹൃത്തുക്കളെയും ഈ അനുസ്മരണ കൂട്ടായ്മയിലേക്കും പുരസ്കാരദാന ചടങ്ങിലേക്കും സ്നേഹാർദ്രം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചടങ്ങിന് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുവാനായി യൂണിവേഴ്സിറ്റി കോളേജ് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസോസിയേറ്റ് പ്രൊഫസറും ഭാരത് ഭവൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ മെമ്പറുമായ ഡോക്ടർ സന്ധ്യ എസ് നായർ മാമിനെ ക്ഷണിച്ചുകൊള്ളും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ എല്ലാവർക്കും നമസ്കാരം. ഭാരത് ഭവൻ മുൻ മെമ്പർ സെക്രട്ടറിയും സാഹിത്യകാരനുമായ സതീഷ് ബാബു പയ്യന്നൂർ അവരുടെയും സർഗമേഖലയിൽ, നാടകത്തിൻ്റെ മേഖലയിലും ആട്ടക്കഥയിലും അടയാളപ്പെടുത്തൽ നടത്തിയ പ്രശാന്ത് നാരായണൻ എന്നീ രണ്ട് സർഗപ്രതിഭകളുടെ ഓർമ്മ കൂട്ടായ്മയിലേക്കും അവാർഡ് ദാന ചടങ്ങിലേക്കും അനുമോദന ചടങ്ങിലേക്കും ഏവർക്കും സ്വാഗതം. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാറാണ്. ഒരു പക്ഷേ മുഖവുരകളില്ലാതെ, യാതൊരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത പ്രമുഖ വ്യക്തിത്വം. ഡയറക്ടറാണ്, നാടകകൃത്താണ്, അതിനെല്ലാത്തിനും ഉപരിയായി ഈ ഭാരത് ഭവൻ്റെ ജീവനാണ്.
നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രമോദ് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ശ്രീ പ്രഭാവർമ്മ അവർകളാണ്. ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു പരിചയപ്പെടുത്തലും ആവശ്യമില്ലാതെ സമകാലീന മലയാള കവിതകളിൽ പ്രമുഖ സ്ഥാനം ഉറപ്പിച്ച കവി. അദ്ദേഹത്തിൻ്റെ രചനകൾ മലയാള കവിതയുടെ സാംസ്കാരിക പൈതൃകം, സാംസ്കാരിക പാരമ്പര്യം മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനപ്രിയ ഗാനങ്ങളിൽ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകളിലെ കാവ്യമൂല്യങ്ങൾ പിന്തുടരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഒരു കവിതയുടെ തുടർച്ച പോലെയാണ് നമുക്ക് സിനിമാ ഗാനങ്ങളും അനുഭവപ്പെടുക. ജനകീയ നിലപാടുകളുടെ പ്രതിഫലനം അത് കവിതയിലായാലും സിനിമാ ഗാനങ്ങളിലായാലും ഒരുപോലെ പ്രതിഫലിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇത്രയധികം സംഭാവന ചെയ്ത സമകാലീന കാലഘട്ടത്തിലെ പ്രമുഖ വ്യക്തിയെ ഇവിടെ ഉദ്ഘാടകനായി കിട്ടിയത് നമ്മുടെ ഏവരുടെയും ഭാഗ്യമായി കരുതേണ്ടതുണ്ട്. ഈ നേട്ടങ്ങൾക്കൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ സാക്ഷ്യം വഹിക്കുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ഉള്ളൂർ അവാർഡ്, വയലാർ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ അതിന് ചേരുവ കൂട്ടുന്ന വിധത്തിൽ ഉണ്ട്. അദ്ദേഹത്തെ ഉദ്ഘാടനം നടത്തുന്നതിനായി ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഓർമ്മ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂർ അവറുകളാണ്. സാഹിത്യ മേഖലയിൽ നോവലിസ്റ്റായിട്ടും കഥാകാരനായിട്ടും അതോടൊപ്പം തന്നെ സർവ്വവിജ്ഞാന കോശത്തിൻ്റെ ഡയറക്ടർ, സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ പ്രഥമ അധ്യക്ഷൻ, ബാലകൈരളി വിജ്ഞാനകോശത്തിൻ്റെ ശില്പി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയ നിരവധി അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനുപരിയായി വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ വിദ്യാലയ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് അവസരം ലഭിച്ചിട്ടുള്ളപ്പോഴൊക്കെ തന്നെ ഓരോ മീറ്റിങ്ങുകളിലും ക്രിയാത്മകമായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഭാരത് ഭവൻ്റെ പേരിലും ഓരോരുത്തരുടെയും പേരിലും അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓർമ്മ പ്രഭാഷണം നടത്തുന്നത് ശ്രീ PS പ്രദീപ്. അദ്ദേഹം സാഹിത്യകാരൻ, ചലച്ചിത്ര നിരൂപകൻ, ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്കുവഹിച്ച വ്യക്തി എന്ന രീതിയിൽ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഈ ഓർമ്മ പ്രഭാഷണം നടത്തുന്നതിനും ഈ ചടങ്ങിലേക്ക് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓർമ്മ പ്രഭാഷണം നടത്തുന്നതിനായി ശ്രീ രഘുത്തമൻ സർ ഇവിടെ ഹാജരായിട്ടുണ്ട്. അദ്ദേഹം നാടക നടനാണ്, സംവിധായകനാണ്. ഈ മേഖലയിൽ പ്രവർത്തന മികവ് തെളിയിച്ച അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിൽ സാന്നിധ്യം കൊണ്ട് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ശ്രീമതി ഗിരിജ സതീഷ് ബാബു അവറുകളാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ ആ ഒരു അന്തസത്ത തന്നെ ഈ മാഡത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഉയർത്തിപ്പിടിക്കുന്നതാണ്. ഭാരത് ഭവൻ മുൻ മെമ്പർ സെക്രട്ടറി സതീഷ് ബാബു പയ്യന്നൂർ സാറിൻ്റെ സഹധർമ്മിണിയുമാണ്. മാഡത്തെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓർമ്മ പ്രഭാഷണം നടത്താനായി ശ്രീ C. അനൂപ് സർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എഴുത്തുകാരൻ, മാധ്യമപ്രവർത്തകൻ എന്നീ നിലകളിൽ പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രണ്ട് പ്രമുഖ വ്യക്തികൾ ആദരം സ്വീകരിക്കുന്നതിനായി ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ നാരായണ ഭട്ടതിരി അവർകൾ. അദ്ദേഹം ഭാരതത്തിൽ നിന്ന് ആദ്യമായി വേൾഡ് കലിഗ്രഫി അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതനായതാണ്. പ്രശസ്ത കലിഗ്രഫർ ശ്രീ നാരായണ ഭട്ടതിരി അവർകളെ ഈ ചടങ്ങിലേക്ക് ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യും. അടുത്തതായി ആദരം സ്വീകരിക്കാനായി എത്തിയിരിക്കുന്നത് ശ്രീ MF തോമസ് അവർകളാണ്.
57 വർഷമായി, ഒരുപക്ഷെ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തെ കാണാനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. 57 വർഷമായി പ്രശസ്ത ചലച്ചിത്ര നിരൂപകനായി പ്രവർത്തിക്കുന്ന ശ്രീ MF തോമസ് അവറുകളുടെ 80ാം ജന്മദിന വാർഷികത്തിൽ ആദരം നൽകുന്നു. ഏറ്റവും സ്നേഹത്തോടെ ജന്മദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി അർപ്പിക്കുന്നത് ശ്രീമതി കലാ സാവിത്രി, കവയത്രി, എഴുത്തുകാരി എന്നീ നിലകളിൽ പ്രശസ്തയാണ്. അതോടൊപ്പം തന്നെ പ്രശസ്ത കലാകാരൻ ശ്രീ പ്രശാന്ത് നാരായണൻ അവറുകളുടെ സഹധർമ്മിണിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ വേദിയെ സമ്പുഷ്ടമാക്കുന്നത് സതീഷ് ബാബു പയ്യന്നൂർ സംസ്ഥാനതല ചെറുകഥ അവാർഡ് ജേതാക്കൾ സന്നിഹിതരായിട്ടുണ്ട്. ഷഫീർ പുളിക്കൽ, മൈഥിലി DS, ഫാദർ റിനു വർഗീസ് മാത്യു എന്നിവരെ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് തീർച്ചയായിട്ടും പൂർണ്ണമാകുന്നത് ഇവിടെ ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ കൂടിയാണ്. പ്രമുഖ വ്യക്തിത്വങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിനെല്ലാം ഉപരിയായി ഈ ചടങ്ങ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത് ഭാരത് ഭവൻ എന്ന ഈ ഒരു സ്ഥാപനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം വ്യക്തികളാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ക്യാമറാമാൻ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റ് സ്റ്റേജിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളുമാണ്. അവരെ ഏറെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. താങ്ക് യു സന്ധ്യ മാം. അധ്യക്ഷ പ്രസംഗത്തിനായി പ്രശസ്ത നാടക സിനിമാ സംവിധായകനും നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ ഭാരത് ഭവനെ മുന്നിൽ നിന്നും നയിക്കുന്ന മെമ്പർ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലെ ആദരണീയനായ ഉദ്ഘാടകൻ ശ്രീ പ്രഭാവർമ്മ സാർ, അതുപോലെ തന്നെ വേദിയിലെ വിശിഷ്ട സാന്നിധ്യം സതീഷ് ബാബു പയ്യന്നൂർ സംസ്ഥാനതല കലാലയ നാടക ചെറുകഥ മത്സരത്തിൻ്റെ ജൂറി ചെയർമാൻ കൂടിയായ ഞങ്ങൾക്ക് എന്നും പ്രിയപ്പെട്ട ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ, സതീഷേട്ടനെ കുറിച്ച് ഇപ്പം പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന സതീഷേട്ടനുമായിട്ട് അത്രമാത്രം ആത്മബന്ധം പുലർത്തിയ ശ്രീ PS പ്രദീപ് സാർ, എനിക്കേറെ പ്രിയപ്പെട്ട സ്കൂൾ ഓഫ് ഡ്രാമയിൽ ഞങ്ങളുടെയൊക്കെ സീനിയറായി പഠിച്ച ജ്യേഷ്ഠ സഹോദരനെ പോലെ പ്രിയപ്പെട്ട, അതുപോലെ തന്നെ പ്രശാന്ത് നാരായണനുമായും ഒക്കെ നല്ല അടുപ്പമുണ്ടായിരുന്ന ശ്രീ രഘുത്തമൻ ചേട്ടൻ, എൻ്റെ ആത്മസുഹൃത്ത്, മലയാള ചെറുകഥാ രംഗത്തെ ശ്രദ്ധേയനായ എഴുത്തുകാരൻ, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകൻ എന്നുള്ള രീതിയിലൊക്കെ കയ്യൊപ്പിട്ട പ്രിയപ്പെട്ട ശ്രീ അനൂപ്, ഇവിടെ സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്ന സതീഷ് ബാബു പയ്യന്നൂർ സതീഷേട്ടൻ്റെ പ്രിയ സഹധർമ്മിണി ശ്രീമതി ഗിരിജ സതീഷ് ബാബു, അതുപോലെ തന്നെ നന്ദി പ്രകാശനം നടത്താനിരിക്കുന്ന പ്രശാന്ത് നാരായണൻ്റെ സഹധർമ്മിണി കലാ സാവിത്രി, ഈ അനുസ്മരണ കൂട്ടായ്മയ്ക്കൊപ്പം നമ്മളിവിടെ 2 പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നുണ്ട്. ഭാരതത്തിൽ നിന്ന് ആദ്യമായിട്ട് വേൾഡ് കാലിഗ്രാഫി അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആവുന്നു എന്ന് മാത്രമല്ല, കാലിഗ്രാഫിയുടെ ജീവനാടി, അതിൻ്റെ മർമ്മമറിഞ്ഞ് എത്ര മനോഹരമായിട്ടുള്ള കാലിഗ്രാഫി, വിവിധ ചിത്രങ്ങളും അതുപോലെ തന്നെ കാലിഗ്രാഫിയുടെ വിവിധ തലങ്ങളും അതിൻ്റെ സോൾ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന കാലിഗ്രാഫർ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് ശ്രീ നാരായണ ഭട്ടതിരി, അതുപോലെ തന്നെ മലയാളത്തിൻ്റെ സിനിമകളെ, ലോക സിനിമകളെ, ഇന്ത്യൻ സിനിമയെ, അതിൻ്റെ പ്രാധാന്യത്തെ മലയാളികളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്ന, നല്ല സിനിമകളെ ചേർത്ത് പിടിക്കാൻ മലയാളികളെ എന്നും എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന MF തോമസ് സാറിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 80 വയസ്സ് തികയുകയാണ്. 80 വയസ്സിൻ്റെ ചെറുപ്പത്തിലും MF തോമസ് സാറ് എഴുതിക്കൊണ്ടേയിരിക്കുന്നു, സിനിമ കാണുന്നു, സിനിമയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. MF തോമസ് സാർ ഇവിടെ ആദരിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ട MF തോമസ് സാർ, അതുപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ച ഭാരത് ഭവൻ്റെ സജീവ പ്രവർത്തക ഡോക്ടർ സന്ധ്യ S നായർ ടീച്ചർ, സദസ്സിലെ ഏറെ പ്രിയപ്പെട്ടവരെ, 2
ഓർമ്മകളുടെ സായാഹ്നമാണിത്. അതിനൊപ്പം നമ്മൾ പുതനാമോക്ഷം എന്ന് പറയുന്ന കഥകളി അതിമനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിച്ചത് കണ്ടു. ഇനി ദ്രൗപദിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് വർത്തമാനകാലത്തിൻ്റെ സ്ത്രീ പീഡനങ്ങളെയൊക്കെ രേഖപ്പെടുത്തുന്ന രീതിയിൽ 20ഓളം കുട്ടികൾ അരങ്ങിൽ അഭിനയിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ക്യാമ്പസ് തിയേറ്ററിൻ്റെ അവതരണവും ഈ ഫംഗ്ഷന് ശേഷം ഉണ്ട്. 2 കലാരൂപങ്ങളെ നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ 2 മാനങ്ങൾ അതിനുണ്ട്. ഒന്ന്, ചെറുകഥയെയും സാഹിത്യത്തെയും മലയാളത്തെയും അക്ഷരങ്ങളെയും ഒക്കെ ജീവന തുല്യം സ്നേഹിച്ച ഒരാൾ സതീഷ് ബാബു പയ്യന്നൂർ. രംഗകലകളെയും നാടകത്തെയും ആട്ടക്കഥയെയും കഥകളിയെയും ഒക്കെ ജീവനോട് ചേർത്ത് പിടിച്ച മറ്റൊരാൾ പ്രിയപ്പെട്ട പ്രശാന്ത് നാരായൺ. 2 പേരും വ്യക്തിപരമായിട്ട് ഏറെ അടുപ്പമുള്ളവരായിരുന്നു എനിക്ക്. ഇവിടെ ഭാരതഭവൻ്റെ മെമ്പർ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ചുമതല ഏൽക്കുമ്പോൾ പ്രിയപ്പെട്ട പ്രഭാവർമ്മ സാറിൻ്റെയും ഓണക്കൂർ സാറിൻ്റെയും അതുപോലെ മലയാളത്തിൻ്റെ സാഹിത്യ കലാരംഗത്തുള്ള പൊളിറ്റിക്കൽ രംഗത്തുള്ളവരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടി ഇവിടെ വരുമ്പോൾ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകി ഒപ്പം നിന്ന ആളാണ് സതീഷേട്ടൻ. പിന്നീട് അങ്ങോട്ട് ഭാരതഭവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പോൾ സതീഷേട്ടൻ പലരോടും പറയായിരുന്നു, ഭാരതഭവൻ നന്നായി പോകുന്നുണ്ട്, എൻ്റെ അനിയൻ അവിടെ ഉണ്ട് എന്ന്. എൻ്റെ വീട്ടിൽ നിന്നും വലിയ അകലം ഇല്ല സതീഷേട്ടൻ്റെ വീട്ടിലേക്ക്. പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൻ്റെ അരികിലെ കുളക്കടവിൻ്റെ അരികിൽ സതീഷേട്ടൻ്റെ വീട്ടിലേക്ക് പലപ്പോഴും നമ്മൾ വലിയ ആദരവോടുകൂടി എത്തി നോക്കിയിട്ടുണ്ട്. പയ്യന്നൂർ കോളേജിലെ സ്റ്റുഡൻറ് എഡിറ്റർ, ഫൈൻ ആർട്സ് സെക്രട്ടറി എന്നുള്ള രീതിയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ സതീഷേട്ടൻ പലപ്പോഴും നമ്മുടെ ക്യാമ്പസുകളിലേക്ക് വിശിഷ്ടാതിഥിയായും ഉദ്ഘാടകനായും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. അന്നൊക്കെ സതീഷേട്ടൻ പറയുന്ന വാക്കുകൾ നമ്മളങ്ങനെ കോരിത്തരിച്ച് കേട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, സതീഷേട്ടൻ അന്ന് എഴുതുന്ന ഫീച്ചറുകൾക്കൊക്കെ എന്തൊരു ജീവനായിരുന്നു. ക്യാമ്പസിനെ, അതിൻ്റെ പൾസിനെ അതുപോലെ ഏറ്റെടുക്കുന്ന രീതിയിലുള്ള യുവതയുടെ മനസ്സും നമ്മുടെ സംസ്കൃതിയുടെ ആത്മാവും ഒക്കെ മുറുകെ പിടിക്കുന്ന രീതിയിലുള്ള എത്രയെത്ര കഥകളാണ് സതീഷേട്ടൻ എഴുതിയത്, നോവലുകളാണ് എഴുതിയത്. അതുപോലെ തന്നെ വിഷ്വൽ മീഡിയ രംഗത്ത് പനോരമ ടെലിവിഷനുമായി പ്രവർത്തിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും വേറിട്ട് ചെയ്യുക എന്നുള്ളത് സതീഷേട്ടൻ്റെ ഒരു തീരുമാനം ആയിരുന്നു. അതുകൊണ്ടാണ് പ്രവാസത്തെക്കുറിച്ചിട്ടുള്ള ആദ്യത്തെ വളരെ മനോഹരമായിട്ടുള്ള ഡോക്യുമെൻ്ററി ഗൾഫ് നാടുകളിൽ അലഞ്ഞ് തിരിഞ്ഞ് അതിഗംഭീരമായിട്ട് സതീഷേട്ടൻ ചെയ്തിട്ടുണ്ട്. ഗോപിനാഥ് മുതുകാടിനെ വെച്ചിട്ട് മാജിക്കിനെ എങ്ങനെയാണ് വിഷ്വൽ മീഡിയയിലേക്ക് നല്ല രീതിയിൽ അത് ആവിഷ്കരിച്ച് ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുക എന്ന് സതീഷേട്ടൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകൾ സതീഷേട്ടൻ വിഷ്വൽ മീഡിയ രംഗത്തും അതുപോലെ തന്നെ ചെറുകഥാ രംഗത്തുമൊക്കെ നിറഞ്ഞ് നിന്നതിന് ശേഷമാണ് ഭാരതഭവനിലേക്ക് വരുന്നത്. ഭാരതഭവന് ഇങ്ങനെയുള്ളൊരു ആസ്ഥാനമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് അത് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ അപ്പുറത്തുള്ള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു കൊച്ചു മുറിയുടെ അകത്ത് ഭാരതഭവൻ അങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുന്ന സമയത്താണ് ഇതിന് ഒരു പ്രത്യേക ഇടം വേണം എന്ന് സതീഷേട്ടൻ തീരുമാനിക്കുകയും അങ്ങനെയുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സ്ഥലം കണ്ടെത്തുന്നത്. പിന്നെയാണ് ഭാരതഭവൻ്റെ പ്രവർത്തനങ്ങൾ കുറേ കൂടി സജീവമായത്. ഇടതുപക്ഷ ഗവൺമെൻറ് വരുന്നതോട് കൂടിയിട്ട് അതിന് കുറേ കൂടി മിഴിവും കേരളത്തിൽ നിന്നല്ല വിവിധ സംസ്ഥാനങ്ങളിലും പുറത്തുമൊക്കെ അതിനൊരു സജീവതയും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോഴൊക്കെ സതീഷേട്ടൻ പിന്നിലുണ്ടായിരുന്നു. പിന്നിൽ നിന്ന് ഇങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറയുവാൻ ഒരാൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളുടെ പേരിൽ അദ്ദേഹം എഴുതിയൊരു കഥയുടെ ശീർഷകം തന്നെ ഈ ഓർമ്മ കൂട്ടായ്മയ്ക്കാകണം എന്നുകൊണ്ടാണ് അരികിലാരോ കഥ പറയുന്നു എന്ന ശീർഷകം ഈ ഒരു പ്രോഗ്രാമിന്, ഈ ഓർമ്മ കൂട്ടായ്മയ്ക്ക് വന്നു ചേർന്നത്. സതീഷേട്ടൻ്റെ പേരിലുള്ള ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നാലോചിച്ചപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നത് കലാലയ ചെറുകഥ രംഗത്ത് തിളക്കമാർന്ന പ്രതിഭയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. വേണ്ട രീതിയിൽ അവർ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നില്ല. അങ്ങനെ സംസ്ഥാന തലത്തിൽ ഒരു ചെറുകഥാ മത്സരം സംഘടിപ്പിക്കണം എന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 3ാം വർഷവും നമ്മൾ ചെറുകഥ പുരസ്കാരത്തിന് വേണ്ടി അപേക്ഷകൾ ക്ഷണിച്ചത്. വളരെ പ്രഗത്ഭരായ ജൂറി മെമ്പേഴ്സിൻ്റെയും ജൂറി ചെയർമാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, മലയാളത്തിന് എപ്പോഴും അഭിമാനിക്കാവുന്ന കഥയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ ആചാര്യനായ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാർ ചെയർമാനായ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി അനൂപ് അടക്കമുള്ള വിദഗ്ധരായ എഴുത്തുകാരുടെ മേൽനോട്ടത്തിൽ അനലൈസ് ചെയ്തിട്ടാണ് ഇതിലെ 3 പ്രതിഭകളെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. ചെറുകഥാരംഗത്ത് വരാനിരിക്കുന്ന കാലത്ത് നമുക്കേറെ പ്രതീക്ഷയർപ്പിക്കാവുന്ന 3 പേർ.
അങ്ങനെ സതീഷേട്ടൻ്റെ ഓർമ്മ ഇത് മാത്രമല്ല, നമ്മൾ പലപ്പോഴും പറയുന്ന പോലെ ഒരു സതീഷ് ബാബു കോർണർ എന്ന് പറഞ്ഞ് സതീഷേട്ടൻ്റെ രചനകളും അതുപോലെ തന്നെ കലാലയവും ചെറുകഥകളും ഒക്കെയായി ബന്ധപ്പെട്ട ഒരു സെഷൻ്റെ പ്രവർത്തനങ്ങൾ ഭാരത് ഭവൻ്റെ ഒരു കോർണറിൽ നടന്നു വരുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ചില പരാധീനതകളിൽ പെട്ട് അതിങ്ങനെ കുറച്ച് മന്ദഗതിയിലാണെങ്കിലും ഈ ഒരു പീരീഡ് കഴിയുന്നതിന് മുൻപേ തീർച്ചയായും സതീഷ് ബാബു കോർണർ എന്ന ഒരു ഓർമ്മ അവിടെ ബാക്കിയുണ്ടാകും എന്നീ അവസരത്തിൽ കടപ്പാടോടെ പറയുകയാണ്. പ്രശാന്ത് നാരായണനാണ് വേദിയിൽ ഓർക്കപ്പെടേണ്ടുന്ന മറ്റ് പ്രധാന വ്യക്തിത്വം. പ്രശാന്ത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ എൻ്റെ സഹമുറിയനായിരുന്നു, അതായത് മുറിയിൽ ഒന്നിച്ച് താമസിച്ച ഒരാൾ. അതുമാത്രമല്ല, സ്കൂൾ ഓഫ് ഡ്രാമയിൽ ആദ്യം തന്നെ സംവിധാനം ഐച്ഛിക വിഷയമാക്കിയെടുത്ത് പഠിക്കാൻ അധ്യാപകരും ഗുരുക്കന്മാരും ഒരുപോലെ ഉപദേശിച്ച രണ്ടുപേരിൽ ഒരാൾ പ്രശാന്ത് നാരായണനായിരുന്നു, മറ്റൊരാൾ ഞാനും. പ്രശാന്ത് എന്തുകൊണ്ടോ ആട്ടക്കഥയുടെയും കഥകളിയുടെയും ഒക്കെ ലോകത്ത് കൂടുതൽ അഭിരമിച്ച് അതിൽ കുറെ കൂടി കഴിവ് പ്രശാന്തിനുണ്ടായിരുന്നു. എത്ര ചെറുപ്പത്തിലാണ് പ്രശാന്ത് ആട്ടക്കഥ എഴുതിയത്! അതിമനോഹരമായിട്ടുള്ള ആട്ടക്കഥ, അച്ഛനിൽ നിന്ന് ആർജിച്ച സർഗശേഷിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മനോഹരമായിട്ടുള്ള ആട്ടക്കഥ ചെറുപ്പത്തിൽ തന്നെ പ്രശാന്ത് എഴുതിയിരുന്നു. അതിൻ്റെ ഒരു മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് പ്രശാന്ത് പലപ്പോഴും രാത്രിയിൽ ഹോസ്റ്റലിൽ നിന്നൊക്കെ പോയി കലാമണ്ഡലത്തിൽ പോയി കഥകളിയുമായി ബന്ധപ്പെട്ട കലാകാരന്മാരുമൊക്കെയായി ചേർന്ന് വരാറുണ്ട്. ചിലപ്പോൾ സീനിയേഴ്സിനൊന്നും അവിടെ ഇഷ്ടപ്പെടാറില്ല. പ്രശാന്ത് നല്ല വായനയുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ നാടകരംഗത്ത് അതിമനോഹരമായിട്ട് കവാലൻ സാറിൻ്റെയൊക്കെ ശൈലികളെ, ഭാരതീയ നാടക തത്വചിന്തകളെയും ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൽ കേന്ദ്രീകൃതമായ അഭിനയ സിദ്ധാന്തങ്ങളെയും ഒക്കെ മുറുകെ പിടിച്ച് ഇന്ത്യൻ തിയേറ്ററിന് വേണ്ടിയിട്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തി ഉണ്ടായിരുന്ന ചെയ്ത ഒരാളാണ് പ്രശാന്ത് നാരായണൻ. പ്രശാന്തിൻ്റെ ഒരു ജീനിയസ് ആയിട്ടുള്ള ഒരു രീതികളിലൊക്കെ പ്രശാന്തിനെ എന്തുകൊണ്ടോ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ചില കാര്യങ്ങളുമായിട്ടും അവിടുത്തെ അധ്യാപകർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഒക്കെ അവിടെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഒക്കെ അവിടെ പ്രശാന്തുമായിട്ടുള്ള ഒരു ഇഴുകിച്ചേരൽ സാധ്യമാകാത്തത് കൊണ്ടായിരിക്കാം പ്രശാന്ത് ഒരു 7 മാസം കഴിഞ്ഞപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും പുറത്തേക്ക് പോയി. പക്ഷെ പ്രശാന്ത് നാടകങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു, പുതിയ പുതിയ നാടകങ്ങൾ, രംഗവേദിയിൽ പുതിയ അന്വേഷണങ്ങൾ, ചെയ്യുന്നതൊന്നും വേറെ ഒന്നിൻ്റെയൊക്കെ ഹാങ് ആവാതിരിക്കാനും അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ പറയാതിരിക്കാനും വേദിയിൽ നവഭാവുകത്വമാർന്ന രംഗശില്പങ്ങൾ രചിച്ചുകൊണ്ടാണ് പ്രശാന്ത് മുന്നോട്ട് പോയത്. എനിക്ക് പ്രശാന്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഓർമ്മയുള്ള 2 കാര്യങ്ങളുണ്ട്. പ്രശാന്ത് നല്ല കവിതകളും എഴുതുമായിരുന്നു. ആരോ തറയിലെറിഞ്ഞു തകർത്തൊരു നേരിൻ ചില്ലാണ് ഈ ലോകം എന്ന് തുടങ്ങുന്ന ഒരു കവിത പ്രശാന്ത് വല്ലാതെ ഡ്രാമ സ്കൂളിൻ്റെ അകത്ത് ഇതിനും അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന് തോന്നിയിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രശാന്ത് അത് ഒരു ചുമരിൽ വലിയ കരിക്കട്ട കൊണ്ട് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുമായി ബന്ധപ്പെട്ട സീനിയർ വിദ്യാർത്ഥികളുമായിട്ടുള്ള ഒരു പുകില് വേറെയാണ് നടന്നത്. അപ്പോഴുമൊക്കെ പ്രശാന്തിൻ്റെ ഉള്ളിൽ സ്പാർക്ക് ഉണ്ടായിരുന്നു. ഈ സ്പാർക്കിനെ കത്തിച്ച് രംഗവേദികളിൽ അഗ്നിയാക്കി മാറ്റുവാനും ആ അഗ്നിയുടെ വെളിച്ചം പ്രേക്ഷകരുടെ മനസ്സിലേക്ക് നിറച്ചു വെക്കുവാനും അതിൻ്റെ ചൂടും ചൂരും കാലം കെടാത്ത രീതിയിൽ, കാലം മറക്കാത്ത രീതിയിൽ കരുതി വെക്കാനും പ്രശാന്ത് നാരായണന് കഴിഞ്ഞിരുന്നു. ഒരുപാട് നാടകങ്ങൾ പ്രശാന്ത് ഒരുപക്ഷെ മോഹൻലാലിനെ വെച്ചിട്ട് നാടകം ചെയ്യുമ്പോഴാണ് കുറെ കൂടി പ്രേക്ഷകർ അറിയുന്നത്. അങ്ങനെ ഇപ്പം ഭീമം ബേസ് ചെയ്ത് MT സാറിൻ്റെ 2-ാം ഊഴം ബേസ് ചെയ്ത് മമ്മൂട്ടിയെ ഭീമനാക്കി നാടകം ചെയ്തപ്പോഴാണ് ഒരു പക്ഷേ പ്രമോദ് പയ്യന്നൂർ എന്ന് പറയുന്ന സംവിധായകൻ മറ്റിടങ്ങളിൽ കൂടി അറിയപ്പെടുന്നത്. അതങ്ങനെയാണ്, പോപ്പുലാരിറ്റിയുടെ വേറൊരു മേഖലയാണത്. പക്ഷേ നാടകങ്ങൾ ആത്മാർത്ഥമായി ചെയ്ത, അലഞ്ഞ് അന്വേഷിച്ച് നട്ടം തിരിഞ്ഞ് നാടകങ്ങൾ ചെയ്ത കാലമുണ്ടായിരുന്നു പ്രശാന്തിന്. ആ നാടകങ്ങളുടെ വേലിയേറ്റങ്ങൾ നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രശാന്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ പ്രശാന്തിൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി കവയിത്രി കൂടിയായ കലാസാവിത്രിയോട് പറയുകയായിരുന്നു, നമുക്ക് പ്രശാന്തിൻ്റെ കളം അതിന് കുറെ കൂടി സജീവമായിട്ട്, പ്രശാന്ത് ഉണ്ടാകുമ്പോൾ എന്തൊരു സജീവതയായിരുന്നു അവിടെ. ഈ നല്ല ഒരു പ്രസിദ്ധീകരണം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നാടക ക്യാമ്പുകൾ, മയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അത്തരം പ്രവർത്തനങ്ങളുടെ തുടർച്ചകൾ ഉണ്ടാകുവാൻ പ്രശാന്ത് നാരായണനെ നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. നല്ല രംഗഭാഷകൾ, നല്ല കല, ഇതിനെയൊക്കെ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 വ്യക്തിത്വങ്ങളെ ഓർത്തെടുക്കുന്നത്. മലയാളത്തിൻ്റെ സാംസ്കാരിക വഴിത്താരയിലൂടെ മുന്നേ നടന്നുപോയ ചിലർ, അവർ കരുതി വെച്ച സർഗാത്മകതയുടെ ഊർജവും വെളിച്ചവും അണയാതെ കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭാരത് ഭവനിലെ കമ്മിറ്റി മെമ്പേഴ്സും ഇതുമായി ബന്ധപ്പെടുന്ന ഓരോരുത്തരും. അതുകൊണ്ടാണ് ഇവിടെ ഈ സായാഹ്നത്തിൽ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത്.
ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു പോയത് കൊണ്ടാണ് ദീർഘിപ്പിക്കേണ്ടി വന്നത്. ഈ രണ്ട് വ്യക്തിത്വങ്ങളും ആത്മബന്ധം അതുപോലെയുള്ള ഒരിക്കലും മറക്കരുതാത്ത, മറക്കാൻ കഴിയാത്ത അരികിലാരോ കഥ പറയുന്നുണ്ട് എന്ന ശീർഷകം പോലെ കാതിനരികിൽ നിന്ന് അവരുടെ വർത്തമാനങ്ങൾ ഇപ്പോഴും ഉണ്ട് മനസ്സിൽ. ഈ രണ്ട് വ്യക്തിത്വങ്ങളുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത പൂക്കൾ അർപ്പിക്കുന്നു. സ്നേഹാഞ്ജലി. ഏറെ ആദരവോടെ ഈ അനുസ്മരണ കൂട്ടായ്മയുടെയും അതുപോലെ തന്നെ ചെറുകഥ പുരസ്കാരത്തിൻ്റെയും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ നമുക്കെന്നും അഭിമാനിക്കാവുന്ന ഇന്ത്യൻ കവി പ്രിയപ്പെട്ട ശ്രീ പ്രഭാവർമ്മ സാറിനെ സ്നേഹാദരം ക്ഷണിക്കുന്നു. അഭിവന്ദ്യനായ ജോർജ് ഓണക്കൂർ സാറ്, സ്വാഗത പ്രസംഗം നടത്തിയ ഡോക്ടർ സന്ധ്യ എസ് നായർ, ശ്രീ പി എസ് പ്രദീപ്, ശ്രീ രഘുത്തമൻ, ശ്രീ സി അനൂപ്, ശ്രീമതി ഗിരിജ സതീഷ് ബാബു, ശ്രീമതി കലാ സാവിത്രി, ഇന്നിവിടെ ആദരവിന് അർഹരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ശ്രീ നാരായണ ഭട്ടതിരി, ശ്രീ എം എഫ് ഹുസൈൻ, ഇവിടെ സതീഷ് ബാബു അനുസ്മരണ സാഹിത്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന പുതിയ തലമുറയിലെ കുട്ടികൾ, എല്ലാവരെയും സന്തോഷപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ്. സന്താപ സമ്മിശ്രമായ ഒരു സായാഹ്നത്തിലാണ് നമ്മൾ. സന്തോഷം എന്ന് പറയുന്നുണ്ടാവുന്നത് രണ്ട് കലാപരിപാടികൾക്ക് നടുവിലായാണ് ഈ ചടങ്ങ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാം, നയനമനോഹരമായ വളരെ ശ്രദ്ധേയമായൊരു കഥകളിയുടെ അവതരണം, പൂതനാമോക്ഷത്തിൻ്റെ അവതരണം നടന്നു കഴിഞ്ഞ വേദിയാണിത്. ഇതിന് ശേഷമാകട്ടെ, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ യാജ്ഞസേനി ദ്രൗപദിയുടെ സങ്കടത്തിൻ്റെ, കണ്ണീരിൻ്റെ, ദുഃഖത്തിൻ്റെ കഥ പറയുന്നതാവണം അത് എന്ന് ഞാൻ കരുതുകയാണ്. ആ യാജ്ഞസേനിയുടെ അവതരണമുണ്ട്. ഇതൊക്കെ സന്തോഷം തരുന്നതാണ്. സതീഷ് ബാബുവിൻ്റെ സ്മരണ മുൻനിർത്തിയുള്ള പുരസ്കാരം പുതിയ തലമുറ ഏറ്റുവാങ്ങുന്നു എന്നുള്ളത് സന്തോഷകരമാണ്. എന്നാൽ അതേപോലെ തന്നെ സങ്കടം മനസ്സിൽ നിറയ്ക്കുന്നതാണ് ഇരുവരുടെയും, അതായത് സുരേഷ് ബാബു പയ്യന്നൂരിൻ്റെയും സതീഷ് ബാബു പയ്യന്നൂരിൻ്റെയും പ്രശാന്ത് നാരായണൻ്റെയും വിയോഗത്തിൻ്റെ ഓർമ്മകൾ. നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന രണ്ടുപേരാണ് അവർ എന്ന് നിങ്ങൾക്കറിയാം. എല്ലാവരുമായും വ്യക്തിപരമായ അടുപ്പം സൂക്ഷിച്ചിരുന്നവരാണ്. ഞാൻ ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലം ഡൽഹിയിൽ ജീവിച്ചയാളാണ്. ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ പല സാഹിത്യ വ്യക്തിത്വങ്ങളും ഏതാണ്ട് പുറംതിരിഞ്ഞു നിന്ന ഒരു ഘട്ടത്തിൽ എന്നെ മനസ്സിനോട് ചേർത്ത് നിർത്തിയ ആളാണ് സതീഷ് ബാബു പയ്യന്നൂർ. അതുകൊണ്ട് തന്നെ എനിക്ക് സഹോദര സമാനനായ വ്യക്തിയാണ് അദ്ദേഹം എന്ന് പറയണം. അതേപോലെ തന്നെയാണ് പ്രശാന്ത് നാരായണൻ. എൻ്റെ ശ്യാമമാധവം എന്ന കൃതി, അത് മുൻനിർത്തി ഒരു നാടകം രൂപപ്പെടുത്തുന്നതിൻ്റെ തീവ്ര ശ്രമങ്ങളിലായിരുന്നു അദ്ദേഹം. ഇടക്കാലത്ത് ആ ശ്രമങ്ങൾക്കൊരു മങ്ങൽ വന്നു. അതിനുശേഷം അത് വീണ്ടും അദ്ദേഹം പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങളിൽ വ്യാപരിച്ചു. അത്തരമൊരു ഘട്ടത്തിലാണ് അദ്ദേഹം വിട പറഞ്ഞത്. നമ്മൾ കേട്ടിട്ടുണ്ട്, പാന്തപാദം ബാധിച്ചു രൂക്ഷശില വാഴ്വതിൽ നിന്ന് മേഘജ്യോതിസുതൻ ക്ഷണിക ജീവിതമല്ലികാമ്യം എന്ന്. മേഘജ്യോതിസ് പോലെ ഒന്ന് മിന്നിപ്പൊലിഞ്ഞ് കടന്നുപോയവരാണവർ. ആ മേഘജ്യോതിസിൻ്റെ ക്ഷണിക ജീവിതമാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ അത്തരം ക്ഷണിക ജീവിതം മാത്രമുള്ളപ്പോഴും സർഗാത്മകത കൊണ്ട് ധന്യമായ വ്യക്തിത്വങ്ങൾ ആണെങ്കിൽ അവർക്ക് ഒരു മരണാനന്തര ജീവിതമുണ്ട് എന്ന് തെളിയിക്കുക കൂടിയാണ് ഇരുവരുടെയും സ്മരണ. നമ്മുടെ മനസ്സിൽ ഇവർ ജീവിച്ചിരിക്കുന്നു. നമ്മുടെ പുതിയ തലമുറ അവരെ ഏറ്റെടുക്കുന്നു. അവരുടെ കൃതികൾ അല്ലെങ്കിൽ അവർ നമ്മുടെ സാഹിത്യരംഗത്ത് നൽകിയ സംഭാവനകൾ കൂടുതൽ മനസ്സിലാക്കപ്പെടുന്നു. അതിലൂടെ അവരെ മാറി വരുന്ന കാലം കൂടുതൽ അറിയുന്നു. അങ്ങനെ മാറി വരുന്ന കാലത്തിലൂടെ അവർ ജീവിക്കുകയും ചെയ്യുന്നു.
ഇങ്ങനെ ഉള്ള ഒരു സന്ധ്യയിൽ ഈ ഇരു വ്യക്തിത്വങ്ങളെയും കുറിച്ച് ഇങ്ങനെ അലക്കിത്തേച്ച വടിവൊത്ത വാക്കുകൾ കൊണ്ട് ഔപചാരികമായ ഭാഷയിൽ സംസാരിക്കുന്നത് ഉചിതമല്ല എന്ന് എനിക്കറിയാം. അതല്ല അവരർഹിക്കുന്ന ഭാഷ. അവർ മനസ്സിൻ്റെ ഭാഷയിൽ എഴുതിയവരാണ്, ഹൃദയത്തിൻ്റെ ഭാഷയിൽ എഴുതിയവരാണ്. മനസ്സിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ അല്ലാതെ അവരെക്കുറിച്ച് സംസാരിക്കുന്ന ഉചിതവുമല്ല. ഇതുപോലെയുള്ളൊരു ചടങ്ങിൽ, ഒരു അനുസ്മരണ പ്രസംഗത്തിൽ അവരുടെ സാഹിത്യ സാംസ്കാരിക രംഗത്തെ സംഭാവനകളെ ആകെ സമഗ്രമായി വിലയിരുത്തുക എന്നുള്ളത് ഏതാണ്ട് അനുചിതമാകും. അനുസ്മരണ സമ്മേളനങ്ങളിൽ കേവലമായ അനുസ്മരണമല്ലാതെ അവരുടെ സാഹിത്യ രംഗത്തെ ഗാഠമായി പരിചയിക്കുന്നതോ പരിശോധിക്കുന്നതോ ആയിട്ടുള്ള ഒരു രീതി അനുവർത്തിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് ഇനി പല കലാരൂപങ്ങളുടെ ഇവിടെ അരങ്ങേറാനുണ്ട് ഉള്ള സാഹചര്യത്തിൽ ദീർഘമായി പ്രസംഗിക്കുന്ന ഉചിതമല്ല. വൃശ്ചികം വന്ന് വിളിച്ചു എന്ന ഒരു കൃതി നമുക്കറിയാം, സതീഷ് ബാബു പയ്യന്നൂരിൻ്റേതായിട്ട് ഉണ്ട്. വൃശ്ചികം വന്ന് വിളിച്ചു, വൃശ്ചികത്തിൽ തന്നെ അദ്ദേഹം പോവുകയും ചെയ്തു. അങ്ങനെ കടന്നുപോയ ഒരാൾ, നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും കടന്നു പോകാത്ത ഒരാൾ. അതേപോലെ തന്നെയാണ് പ്രശാന്ത് നാരായൺ. നമ്മുടെ പാരമ്പര്യവും ആധുനികതയും തമ്മിൽ, ട്രഡീഷനും മോഡേണിറ്റിയും തമ്മിൽ ഉള്ള ഒരു വലിയ കണ്ണി രംഗകല അവതരണ രംഗത്ത് കാത്തു സൂക്ഷിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു പ്രശാന്ത് നാരായണൻ. നിങ്ങൾക്കറിയാം, അത്യാധുനിക നാടക സങ്കേതങ്ങൾ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ മിത്തുകളിൽ നിന്നുള്ള പ്രമേയങ്ങൾ, നമ്മുടെ പുരാണങ്ങളിൽ നിന്നുള്ള പ്രമേയങ്ങൾ കൈക്കൊള്ളുകയും അതിന് നൂതനമായൊരു ഭാവാവിഷ്കാരം നൽകുകയും ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ അദ്ദേഹം പുലർത്തിയിരുന്നു. സതീഷ് ബാബു പയ്യന്നൂരാകട്ടെ മലയാള സാഹിത്യ രംഗത്ത് പുതിയൊരു ഭാവുകത്വത്തിൻ്റെ പ്രാതിനിധ്യം കൊണ്ടാണ് അടയാളപ്പെടുത്തിയത് അദ്ദേഹത്തെ. നമ്മുടെ കലാലയങ്ങളിലൊക്കെ തന്നെ സതീഷ് ബാബുവിൻ്റെ കഥകൾ എത്ര കാര്യമായ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു രംഗത്ത് മാത്രമായി പരിമിതപ്പെട്ട് നിന്നില്ല. ബാങ്ക് ഉദ്യോഗസ്ഥനായിരിക്കെ തന്നെ അദ്ദേഹം സാഹിത്യ രംഗത്ത് വ്യാപരിച്ചു. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം പുതിയ ഒരു മേഖല, ഇലക്ട്രോണിക് മേഖലയിൽ വ്യാപരിച്ചു, പ്രസിദ്ധീകരണം നടത്തി. അങ്ങനെ നമ്മുടെ സാഹിത്യത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിൽ വ്യാപരിക്കുകയും അവിടെയെല്ലാം സ്വന്തമായ വ്യക്തിത്വത്തിൻ്റെ ഒരു മുദ്രണം സാധ്യമാക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ മനസ്സിനോട് സംബന്ധിച്ച വലിയ ഒരു കലാകാരൻ, എഴുത്തുകാരൻ, അതേപോലെ തന്നെ നമ്മുടെ മനസ്സിനോട് സംബന്ധിച്ച നാടകകാരൻ, കലയുടെ അവതരണ രംഗത്ത് നൂതനമായ ഒരു വഴി തുറന്നു തന്ന ശ്രീ പ്രശാന്ത് നാരായണൻ, അവരുടെ ഇരുവരുടെയും സ്മരണയ്ക്ക് മുമ്പിൽ പ്രണമിക്കുന്നു. ഇവിടെ ആദരവ് ഏറ്റുവാങ്ങുന്ന ശ്രീ നാരായണ ഭട്ടതിരി, മലയാള അക്ഷരങ്ങൾക്ക്, ലിപിക്ക് ഇത്രയേറെ ചാരുതയുണ്ട് എന്ന് മലയാളത്തിന് മനസ്സിലാക്കി തന്ന മറ്റൊരാളില്ല. അക്ഷരങ്ങൾക്ക് ഇത്ര നല്ല വടിവുണ്ട് എന്ന്, അക്ഷരങ്ങളുടെ ആലേഖനം കൊണ്ട് ഭാവാവിഷ്കാരം കൂടി നടത്താൻ കഴിയുമെന്ന് ഒക്കെ തെളിയിച്ച മറ്റൊരു കലാകാരനില്ല എന്ന് പറയാം. അങ്ങനെ അനുപമമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നാരായണ ഭട്ടതിരി. ശ്രീ MF തോമസ് ആകട്ടെ, നമ്മുടെ ചലച്ചിത്ര രംഗം അതിവേഗത്തിൽ മാറിക്കൊണ്ടിരുന്ന ഘട്ടത്തിൽ അതിനു മുമ്പിൽ ഏതാണ്ടൊരു പതാകാവാഹകനായി നിന്ന് നിരൂപണത്തിൻ്റെ ഒരു പതാക പറപ്പിച്ചുകൊണ്ട് പുതിയ ഭാവുകത്വത്തിന് വഴിച്ചാല് കയറിയ വ്യക്തിയാണ് എന്ന് പറയാം. ചലച്ചിത്രകല എങ്ങനെ ആസ്വദിക്കണം എന്ന് സംബന്ധിച്ച പാഠമായി തീരുന്ന, വരും തലമുറകൾക്ക് പാഠമായി തീരുന്ന തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിരൂപണ ശൈലി, അദ്ദേഹത്തിൻ്റെ ആസ്വാദന ശൈലി നമ്മുടെ സംസ്കാരത്തിൻ്റെ വിലപ്പെട്ട ഈടുവയ്പായി എല്ലാ കാലവും നിലനിൽക്കും എന്ന കാര്യവും സംശയമില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ബോധത്തെ, സമൂഹത്തിൻ്റെ ആസ്വാദന നിലവാരത്തെ, ആസ്വാദന സംസ്കാരത്തെയൊക്കെ പരിവർത്തിപ്പിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ പ്രധാനമാണ്. ഇത് രണ്ടും കൊണ്ടാണ് അദ്ദേഹം ഇവിടെ ആദരിക്കപ്പെടുന്നത് എന്ന് എനിക്കറിയാം. അതോടൊപ്പം പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് വൈലോപ്പിള്ളിയുടെ വാക്കുകളാണ്. ചോര തുടിക്കും ചെറുകൈകളെ പേറുക വന്നീ പന്തങ്ങൾ. സതീഷ് ബാബുവിനെ പോലെയുള്ളവർ അകാലത്തിൽ ആണ് പൊലിഞ്ഞു പോയതെങ്കിലും അവർ കാലത്തെ കടന്നു നിൽക്കുന്ന വിധത്തിലുള്ള സാഹിത്യ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആ സംഭാവനകൾ പകർന്നു തരുന്ന വലിയ ഒരു ദീപ്തിയുണ്ട്, വലിയൊരു ദീപശിഖയാണ് സത്യത്തിലത്. അതിൻ്റെ ഒരു തേജസ്സും ഓജസ്സും ഐശ്വര്യവും ശക്തിയുമൊക്കെ ഏറ്റുവാങ്ങാൻ
നിങ്ങളുടെ കൈകൾക്ക് കരുത്തുണ്ടാവട്ടെ, നിങ്ങളുടെ മനസ്സിന് ശക്തി ഉണ്ടാവട്ടെ. അങ്ങനെ ആ സ്മരണ നിങ്ങളിലൂടെ വരും തലമുറകളിലേക്ക്, അവിടെ നിന്ന് അടുത്ത തലമുറകളിലേക്കൊക്കെ കടന്നു പോകട്ടെ എന്ന് ആശംസിക്കുകകൂടി ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ പ്രഭാവർമ്മ സർ. അനുസ്മരണ പ്രഭാഷണത്തിനായി മലയാളത്തിൻ്റെ പ്രിയ ഗുരുനാഥൻ, സാഹിത്യകാരനും പ്രഭാഷകനുമായ ഡോക്ടർ ജോർജ് ഊണക്കൂർ സാറിനെ സ്നേഹാദരം ക്ഷണിച്ചോളൂ. ഹൃദയസ്പർശിയായ ഈ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി പ്രിയപ്പെട്ട പ്രമോദ് പയ്യന്നൂർ, സ്വാഗതം ആശംസിച്ച ഡോക്ടർ സന്ധ്യ, ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട കവി, സരസ്വതി സമ്മാൻ ജേതാവ് കൂടി ആയ പ്രിയപ്പെട്ട പ്രഭാവർമ്മ, പ്രിയപ്പെട്ട PS പ്രദീപ്, ശ്രീ രഘുത്തമൻ, ശ്രീ അനൂപ്, ഏറ്റവും പ്രിയപ്പെട്ട ഗിരിജ സതീഷ് ബാബു, ഇന്നിവിടെ നാം ആദരിക്കുന്ന ഭാരതത്തിൽ നിന്ന് ആദ്യമായിട്ട് വേൾഡ് കലിഗ്രാഫ് അസോസിയേഷൻ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രശസ്ത കലിഗ്രാഫർ ശ്രീ നാരായണ ഭട്ടതിരി, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ MF തോമസ്, അദ്ദേഹത്തിൻ്റെ പ്രായം ഞാൻ ഓർമ്മിക്കുന്നില്ല, ഇപ്പോഴും ഉത്സാഹവാനായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന MF തോമസ് എൻ്റെ സഹപ്രവർത്തകൻ കൂടിയാണ്. ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ ഒരു സജീവ അംഗം എന്നുള്ള നിലയ്ക്ക് എനിക്ക് MFൻ്റെ സേവനം നിത്യം ലഭിക്കുന്നുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. പ്രിയപ്പെട്ട കലാ സാവിത്രി, ഇന്നിവിടെ പ്രിയപ്പെട്ട സതീഷ് ബാബുവിൻ്റെ പേരിലുള്ള ചെറുകഥാ മത്സരത്തിൽ സമ്മാനിതരായി നാം ആദരിക്കുന്ന ഷഹീർ പുളിക്കൽ, ശ്രീമതി മൈഥിലി DS, ഫാദർ റിനു വർഗീസ്, എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഭിവാദനം. ഏതാനും വാക്കുകൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. 2 കലാകാരന്മാർ നമ്മുടെ ഈ വേദിയിൽ അനുസ്മരിക്കപ്പെടുന്നു. ദൃശ്യ കലാരംഗത്ത് അവിസ്മരണീയമായ സംഭാവനകൾ അർപ്പിച്ച പ്രിയപ്പെട്ട പ്രശാന്ത് നാരായൺ. പ്രശാന്ത് നാരായണനെക്കുറിച്ച് പ്രമോദ് പയ്യന്നൂർ വളരെ വിശദമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഒരു വാക്ക് പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്നെ ഒതുക്കുന്നു. പക്ഷേ സതീഷ് ബാബു പയ്യന്നൂരിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒതുങ്ങാൻ എനിക്ക് സാധിക്കുകയില്ല. എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം ദൃഷ്ടിയിൽപ്പെടുന്നത് എനിക്ക് തോന്നുന്നു SPTയുടെ ഒരു സുവർണ മുദ്രയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ എനിക്ക് നൽകിയ ഒരു സുവർണ മുദ്രയുണ്ട്. 1 പവൻ സ്വർണ്ണമാണ്. അത് മനോഹരമായി ചിട്ടപ്പെടുത്തിയ ഒരു പുരസ്കാരം അവിടെ ഇടം പിടിച്ചിട്ടുണ്ട്. പല പുരസ്കാരങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്ത് ഞാൻ വെച്ചിരിക്കുന്നത് അതാണ് എന്നും ഗിരിജയോട് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കാരണം അത് എൻ്റെ സ്നേഹിതൻ താല്പര്യമെടുത്ത് എനിക്ക് സമ്മാനിച്ചതാണ്. എൻ്റെ സ്നേഹിതൻ സതീഷ് ബാബു പയ്യന്നൂർ. എത്രയോ ദിനങ്ങൾ, എത്രയോ സന്ധ്യകൾ ഞങ്ങൾ ഒരുമിച്ച് സ്നേഹം പങ്കുവച്ചിട്ടുണ്ട്, നല്ല വർത്തമാനങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. സാഹിത്യത്തെക്കുറിച്ച്, നമ്മുടെ സാമൂഹികമായ ജീവിതത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് ഒക്കെ നല്ല അഭിപ്രായങ്ങൾ, തനതായ നിഗമനങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് പ്രിയപ്പെട്ട സതീഷ് ബാബു പയ്യന്നൂർ. ഇത്ര കഴിവുള്ള, പ്രതിഭാധനനായ, സ്നേഹസമ്പന്നനായ അധികം സഹപ്രവർത്തകരെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഈ സന്ധ്യയ്ക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ.
2012 സാഹിത്യ അക്കാദമിയുടെ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം നേടിയ പേരമരം എന്ന കഥയുടെ കർത്താവ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ സതീഷ് ബാബുവിനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നെ സതീഷ് ബാബുവിൻ്റെ കഥകൾ ഞാൻ വായിച്ചു. ധാരാളം കഥകൾ, ഏതാണ്ട് 200ഓളം കഥകൾ അദ്ദേഹം എഴുതിയിരിക്കുന്നു. നോവലുകൾ വായിച്ചിരിക്കുന്നു. മലയാറ്റൂർ പുരസ്കാര നിർണയന സമിതിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ഇടവന്നിട്ടുണ്ട് ഒട്ടേറെ സന്ദർഭങ്ങളിൽ. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് 2ാം തവണ എന്നെ തേടി വന്നപ്പോൾ, അത് ആദ്യം എൻ്റെ ഇല്ലം എന്ന നോവലിന് ആയിരുന്നു എന്നെല്ലാവർക്കും അറിയാം. 2ാമത് എത്തിയത് അടരുന്ന ആകാശം എന്ന യാത്രാ വിവരണത്തിൻ്റെ പേരിലാണ്. ആ പുരസ്കാര നിർണയനം കഴിഞ്ഞ സമയം ഫോണിൽ ബാബു എന്നെ വിളിച്ച് ഈ വിവരം അറിയിച്ചത് ഞാൻ പെട്ടെന്ന് ഇപ്പോഴും ഓർമ്മിക്കുക. ഒരു വിസ്മയം പോലെയാണ് എനിക്ക് അത് അനുഭവപ്പെട്ടത്. ഞാൻ പറഞ്ഞത്, അത്ര താല്പര്യം ഞാൻ മറ്റൊരാളല്ല എങ്കിലും അടുപ്പമുള്ളവരുടെ, സ്നേഹിതരുടെ കാര്യത്തിൽ താല്പര്യമെടുക്കുന്ന ഒരു സവിശേഷമായ സ്നേഹ സാന്നിധ്യം ആയിരുന്നു പ്രിയപ്പെട്ട സതീഷ് ബാബു. എനിക്കിപ്പോഴും ആ സ്നേഹത്തിൻ്റെ ചൂട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആറിയിട്ടില്ല. ഗിരിജയുടെ മനസ്സിലൊരു കനൽ എരിയുന്നുണ്ട് എങ്കിൽ അതിൻ്റെയൊക്കെ ചൂട് ഞങ്ങളുടെ മനസ്സിലുണ്ട്, എൻ്റെ മനസ്സിലുണ്ട് എന്നുള്ളത് ഗിരിജയ്ക്കറിയാം. കാരണം ഗിരിജയെ പ്രണയിച്ച് നടന്ന കാലത്ത് ഗിരിജയ്ക്ക് ആദ്യമായി സമ്മാനിച്ച പുസ്തകം എൻ്റെ ഉൾക്കടൽ ആയിരുന്നു എന്ന് ബാബു എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതല്ല എന്ന് ഗിരിജയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെയാണ് ബാബു. സ്നേഹമായിരുന്നു. പ്രണയത്തിൻ്റെ പ്രതീകം ആയിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നയാളാണ്. നല്ല പുസ്തകങ്ങൾ എഴുതി. ഇവിടെ പ്രഭാവർമ്മ പറഞ്ഞതുപോലെ ധാരാളം നല്ല കഥകൾ എഴുതി, നോവലുകൾ എഴുതി. വേറിട്ട ഒരു ശബ്ദം നമ്മുടെ സാഹിത്യത്തിൽ പ്രിയപ്പെട്ട സതീഷ് ബാബുവിന് പുലർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ തൻ്റെ മുദ്ര പതിപ്പിച്ചതിന് ശേഷം ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലക്ക്, ഒരു ടെലിവിഷൻ പ്രൊഡ്യൂസർ എന്നുള്ള നിലക്ക് ബാബു നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. ആ രംഗത്ത് ഇത്രയൊന്നും വികാസം സിദ്ധിക്കാതിരുന്ന ഒരു പൂർവ്വകാലത്ത് വളരെ സവിശേഷമായ ഒരടയാളം പ്രിയപ്പെട്ട സതീഷ് ബാബുവിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ദൃശ്യ മാധ്യമ രംഗത്ത് ബാബുവിനുണ്ടായിരുന്ന ഒരു മെയ്വഴക്കം അല്ലെങ്കിൽ കൈത്തഴക്കം ഉണ്ട്. അത് നിങ്ങൾക്കറിയാം. ഓ ഭാബി, നക്ഷത്രകൂടാരം എന്നീ ചലച്ചിത്രങ്ങളുടെ തിരക്കഥാകൃത്ത് എന്നുള്ള നിലക്ക് ചലച്ചിത്ര രംഗവുമായി ദൃശ്യമാധ്യമവുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ കഴിഞ്ഞയാളാണ് സതീഷ് ബാബു. ആ ഒരു അനുഭവ പാഠങ്ങൾ അത്രയും ടെലിവിഷൻ പ്രൊഡ്യൂസർ എന്നുള്ള നിലക്ക് അർപ്പിക്കാൻ സതീഷ് ബാബുവിന് സാധിച്ചിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എഴുത്തിൻ്റെ വഴികളിൽ, അതുപോലെ ദൃശ്യ മാധ്യമ രംഗത്ത് ഒക്കെ അത്ഭുതകരമായ, വിസ്മയജനകമായ ഒരു സാന്നിധ്യം പ്രിയപ്പെട്ട സതീഷ് ബാബു പുലർത്തി. ഇവിടെ പ്രിയപ്പെട്ട പ്രമോദ് പറഞ്ഞതുപോലെ നമ്മുടെ ഭാരത് ഭവൻ്റെ ഒരു പരിണാമഘട്ടത്തിൽ, അതിനൊരു പരിണാമത്തിന് തുടക്കം കുറിക്കാൻ തീർച്ചയായും സതീഷ് ബാബുവിന് സാധിച്ചു. പ്രമോദ് അത് തുടരുന്നു, ഭംഗിയായി തുടരുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. ഇതിനേക്കാൾ വലിയ പദവികൾ പ്രമോദിനെ തേടിയെത്തിയ സന്ദർഭങ്ങളിലൊക്കെ ഞാൻ പ്രത്യേകമായി പറഞ്ഞൊരു കാര്യമുണ്ട്: ഭാരത് ഭവൻ ഇട്ടിട്ട് പോകണ്ട, അതിനേക്കാൾ വലുതല്ല വേറെ ഒന്നും എന്ന് സ്വകാര്യമായി പ്രമോദിനോട് പറയാൻ എനിക്ക് ഇടവന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു. കാരണം ഇതൊരു വലിയ സ്ഥാപനമാണ്. ദേശാന്തര രംഗങ്ങളിൽ നമ്മുടെ സാംസ്കാരിക സാന്നിധ്യം അടയാളപ്പെടുത്താൻ കഴിയുന്ന വലിയ ഒരു പ്രസ്ഥാനമായിട്ട് ഇതിനെ മാറ്റി എടുക്കേണ്ടതുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. ഇന്നലെ മഹാനായ MB ശ്രീനിവാസൻ്റെ 102ാം സംഗീതജ്ഞനായ, പ്രശസ്ത സംഗീതജ്ഞനായ MBSൻ്റെ 102ാം ജന്മവാർഷികം ആഘോഷിക്കുകയായിരുന്നു. MBS എന്ന് പറയുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ ഉള്ളിലൊരു കനൽ എരിയുന്നുണ്ട്, ആ ചൂട് അണയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ.
എൻ്റെ ഉൾക്കടലിൻ്റെ അല്ലെങ്കിൽ ഊവ് എന്ന സിനിമയുടെ സംഗീത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, നമ്മുടെ ഇപ്റ്റയുടെ മദിരാശിയിലെ ചേരികളിൽ ജീവിച്ചിരുന്ന സംഗീത പ്രതിഭകളെ കണ്ടെത്തി മ്യൂസിക് യൂത്ത് കൊയർ, മദ്രാസ് യൂത്ത് കൊയർ രൂപീകരിച്ച് അവർക്കൊരു അടിസ്ഥാനം ഉണ്ടാക്കി കൊടുത്തത് എം പി ശ്രീനിവാസനാണ് എന്ന് ഞാൻ ഓർക്കുന്നു. ഇപ്പോൾ ഭാരത് ഭവൻ്റെ വേദിയിൽ പെട്ടെന്ന് അടുത്ത ദിവസം സംസാരിക്കുമ്പോൾ എനിക്കൊരപേക്ഷ പ്രമോദിനോട്, സുഹൃത്തുക്കളോട് വെക്കാനുള്ളത്, നമുക്കിവിടെ ഇത്തരം കലാകാരന്മാരെ അനുസ്മരിക്കാനുള്ള എം പി എസിനെ പോലുള്ള ദേശാന്തര പ്രതിഭകളെ അംഗീകരിക്കാനുള്ള ഒരു സന്ദർഭവും നമുക്ക് ആവശ്യമാണ് എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സതീഷ് ബാബു പയ്യന്നൂരിന് അർഹമായ സ്മാരകമുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ചെറുകഥാ മത്സരം നടത്തിയത്. ധാരാളം ചെറുപ്പക്കാർ അതിൽ പങ്കെടുത്തു. അത് അവസാന തലത്തിൽ പരിശോധിക്കാനുള്ള നിയോഗം എനിക്കാണ് നൽകപ്പെട്ടത് എന്ന് ഞാൻ ഓർമ്മിച്ചുകൊണ്ട് പറയുകയാണ്. പ്രിയപ്പെട്ട ഷഹീർ പുളിക്കൽ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഷഹീർ, പ്രിയപ്പെട്ട ഷഹീർ, ഓക്കെ, വെരി ഗുഡ് ഷഹീർ, കൺഗ്രാറ്റുലേഷൻ ഷഹീർ. അതുപോലെ പ്രിയപ്പെട്ട മൈഥിലി വന്നിട്ടുണ്ടോ? എവിടെ മൈഥിലി? ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ് പറയണം. പ്രിയങ്കരനായ ഫാദർ റിനു വർഗീസ്, ഈ 3 പേരെയും നല്ല രചനകളാണ്. കഥകളിലേക്ക് പറയാൻ ഇപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും സാവകാശമില്ലാത്തതുകൊണ്ടും ഞാൻ പ്രവേശിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എടുത്തു പറയേണ്ട മലയാള ചെറുകഥാ രംഗത്ത് വേറിട്ട പാതകൾ കണ്ടെത്തിയ ഭാവിയുടെ ഒരു പ്രതീക്ഷയായി നിലകൊള്ളുന്ന ഈ 3 പ്രതിഭകളെയും ഞാൻ ഈ അവസരം ഉപയോഗിച്ച് അനുമോദിക്കുന്നു. പ്രിയപ്പെട്ട സതീഷ് ബാബുവിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയവികാരം നമസ്കരിക്കുന്നു എന്ന് പറയാൻ വയ്യ. എൻ്റെ തീരെ ചെറിയ അനിയനാണ്, എങ്കിലും അങ്ങനെ ഞാൻ ചെയ്യുന്നത്. പിന്നെ ഒരു വാക്കുകൂടെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. അതെൻ്റെ പ്രിയപ്പെട്ട ഭട്ടതിരിയെക്കുറിച്ചാണ്. നോക്കുന്നുണ്ട് മുമ്പിലിരുന്നുകൊണ്ട് ഭട്ടതിരിയെക്കുറിച്ച് എന്താ പറയുന്നതെന്ന്. ആ വീട്ടിൽ എത്ര തവണ ഞാൻ പോയിട്ടുണ്ട്. എൻ്റെ കഥകൾക്ക്, എൻ്റെ പുസ്തകങ്ങൾക്ക് ഒക്കെ ഭട്ടതിരി വരഞ്ഞിട്ട മനോഹരമായ രേഖാചിത്രങ്ങൾ ഇപ്പോഴും ഞാൻ വലിയ അഭിമാനമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ആ കുടുംബം, അമ്മയും അപ്പുവും മകൻ അപ്പു, നമ്മുടെ ദൃശ്യരംഗത്ത് അത്ഭുതമായിട്ട് വളർന്നു വരുന്ന അപ്പു ഭട്ടതിരിയും ഒക്കെ അടങ്ങുന്ന ആ കുടുംബത്തിൽ കലാലോകം വലിയ പ്രതീക്ഷ ഇപ്പോഴും പുലർത്തുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. പ്രിയപ്പെട്ട MF തോമസിന് എല്ലാ ആരോഗ്യവും തുടർന്ന് നല്ല പ്രവർത്തനങ്ങൾ നടത്താനുള്ള അവസരങ്ങളും ഉണ്ടാകട്ടെ എന്നും ആശംസിച്ച് ഭാരത് ഭവൻ്റെ ഈദർശ പ്രവർത്തനങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് എൻ്റെ സംഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഡോക്ടർ ഓണക്കൂർ സർ. അനുസ്മരണ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു ധനകാര്യ വകുപ്പ് മുൻ അഡീഷണൽ സെക്രട്ടറി ശ്രീ PS പ്രദീപ് സാറിനെ. 1970-കൾ മുതൽ ഏതാണ്ട് 3 ദശകക്കാലത്തോളം തിരുവനന്തപുരം നഗരത്തിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ആക്ട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ നിർണായകമായ സംഭാവനകൾ നൽകിയ ശ്രീ PS പ്രദീപ് സർ, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ശ്രീ സതീഷ് ബാബു സാറിൻ്റെ ഓർമ്മകൾ ഈ വേദിയിൽ പങ്കുവയ്ക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പ്രമോദ് പയ്യന്നൂർ, ഇന്ന് ഇത് ഉദ്ഘാടനം ചെയ്ത ശ്രീ പ്രഭാവർമ്മ, എൻ്റെ ഗുരുതുല്യനായ ശ്രീ ജോർജ് ഓണക്കൂർ സാർ, സതീഷ് ബാബുവിൻ്റെ സഹധർമ്മിണി ഗിരിജ സതീഷ്, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അത്യാവശ്യമുള്ള ഞാൻ കുറച്ച് പോയിന്റ്സ് എഴുതി വച്ചിട്ടുണ്ട്. കാലം എന്തൊക്കെ നടുക്കുന്ന അനുഭവങ്ങൾ ആണ് കാത്തുവച്ചിരിക്കുന്നതെന്ന് വിസ്മയത്തോടെയും ഹൃദയവേദനയോടെയും ഞാൻ ഈ നിമിഷത്തിൽ ഓർക്കുന്നു. ഞാനിപ്പോൾ ഓർക്കുന്നത് സതീഷ് ബാബുവിനെ, ഞാൻ ആദ്യമായിട്ട് തന്നെ സതീഷ് ബാബുവിനെ പരിചയപ്പെടുത്തിയത് ഡോക്ടർ രാജീവ് കുമാറാണ്. അപ്പോൾ രാജീവ് അതിന് മുമ്പ് തന്നെ പറയുമായിരുന്നു, പ്രദീപേ, നമുക്ക് നല്ലൊരു സുഹൃത്ത് വരുന്നുണ്ട്,
പ്രശസ്ത സാഹിത്യകാരൻ സതീഷ് ബാബു പയ്യന്നൂർ. ഞാനന്ന് താരതമ്യേന ഇന്നും അന്നും അപ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ്. അപ്പം എനിക്ക് സതീഷ് ബാബു എനിക്കൊരു അഭിമാനമായിരുന്നു. സതീഷ് ബാബു എന്നെ ഞാൻ ചെറിയൊരു എഴുത്തുകാരനാണെന്നുള്ള നോക്കാതെ അദ്ദേഹം എന്നെ ഹൃദയത്തോട് ചേർത്തു. അതെനിക്ക് വലിയ അഭിമാനമായിരുന്നു. കാരണം ഞാൻ പലരോടും പറഞ്ഞു, സതീഷ് ബാബു എൻ്റെ സുഹൃത്താണ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് സതീഷ് ബാബു എന്ന്. പിന്നെ ഞാൻ സതീഷ് ബാബുവിനെ ഓർക്കുന്നത് അദ്ദേഹം ഏകാന്ത രാത്രികളിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ ചില ഫോൺ കോളുകളാണ്. അപ്പോഴദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സർഗാത്മകമായ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്, എഴുതാനിരിക്കുന്ന കഥകളെക്കുറിച്ചുമൊക്കെ. പിന്നെ പക്ഷെ അതിലൊക്കെ ഒരു പരിഭവത്തിൻ്റെ ഒരു ധ്വനിയുണ്ടായിരുന്നു. ഞാൻ ഇത്രയൊക്കെ എഴുതിയിട്ടും ഈ നിരൂപകരാരും കാണുന്നില്ലേ എന്നൊരു ധ്വനി ആ വാക്കുകൾക്കിടെ ഉണ്ടായിരുന്നു. ഭാരത് ഭവൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ സെക്രട്ടേറിയറ്റിൽ വരുമ്പോൾ ഫിനാൻസ് വകുപ്പിലെ എൻ്റെ ക്യാബിനിൽ അദ്ദേഹം നിത്യവും വരുമായിരുന്നു. എഴുതുവാൻ പോകുന്ന ഒരു പുതിയ കഥ പോലെ, ഒരു പുതിയ ശില്പം നിർമ്മിക്കാൻ പോകുന്ന ഒരു ശില്പിയെ പോലെ അദ്ദേഹം തൻ്റെ ഭാവനയിലുള്ള ഭാരത് ഭവനെക്കുറിച്ച് എന്നോട് പറയുമായിരുന്നു. ഞാനത് കഥ കേൾക്കുന്ന പോലെ അപ്പം ഞാനും അതിശയിച്ചു, ഇതൊക്കെ നടക്കുമോ? ഇത്രയും നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റുമോ? അപ്പം സതീഷ് ബാബുവിൻ്റെ ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ സൃഷ്ടിയാണ് ഈ നവീകരിച്ച ഭാരത് ഭവൻ. അദ്ദേഹത്തിൻ്റെ ഭാവനയുടെ സൃഷ്ടിയാണ്, വിശ്വാസത്തിൻ്റെയും ആ ദൃഢമായ ആ നിശ്ചയദാർഢ്യത്തിൻ്റെയും സൃഷ്ടിയാണ് ഇന്നത്തെ ഈ ഭാരത് ഭവൻ്റെ പുതിയ ഭവനം. തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് ഭാരത് ഭവൻ പൂർത്തിയായപ്പോൾ അദ്ദേഹം ഒരു കുട്ടിയെപ്പോലെ ആഹ്ലാദിച്ചു. സ്നേഹത്തിനിടയിലൂടെ പെയ്യുന്ന മഴ പോലെ തരുശാഖികൾക്കിടയിൽ, ഇലച്ചാർത്തുകൾക്കിടയിലൂടെ മഴ പെയ്യുന്ന ഒരു കലാസാംസ്കാരിക സന്ധ്യ ഞാൻ ഓർക്കുന്നു. സ്വർഗീയമായ ബാവുൽ ഗീതം, അവിടെ ഇങ്ങനെ ബാവുൽ സംഗീതമഴ, ബാവുൽ ഗായകർ പാടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ഇലച്ചാർത്തുകൾക്കിടയിലൂടെ മഴ ഇങ്ങനെ പെയ്യുന്നു, മനോഹരമായൊരു സന്ധ്യ. ഈ ബാവുൽ ഗീതകരുടെ നടുക്ക് നിൽക്കുന്ന സതീഷ് എന്നെ കണ്ട് വന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സജഷൻ വെച്ചു, ഈ മരങ്ങൾ വെട്ടി മേൽക്കൂര പണിയണം. ഇന്നും ആ റൂഫ് ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് നനഞ്ഞുകൊണ്ട് വേണം കാണാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഈ മരങ്ങൾ വെട്ടിയിട്ട് മേൽക്കൂര വെക്കണം എന്ന് സതീഷിൻ്റെ ഒരു കഥയിലെ കഥാപാത്രത്തെ പോലെ ഞാൻ സംസാരിച്ചു. അപ്പോൾ സതീഷിൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു സംഘാടകനും സാഹിത്യകാരനും തമ്മിലുള്ള സംഘർഷം എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാനും അതുപോലെ ഒരു സംഘാടകനായിരുന്നു, എനിക്കും സാഹിത്യത്തിൽ താല്പര്യമുണ്ടായിരുന്നു. ഈ ഒരു കോൺഫ്ലിക്റ്റ്, ഒരു സർഗാത്മക ചെയ്താവ് ഒരു സംഘടനാ പ്രവർത്തനം കൂടെ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒരു യാഥാർത്ഥ്യ ബോധവും ഭാവനയും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് സതീഷിൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. എഴുതുവാൻ സമയം കിട്ടുന്നില്ല, സത്രം എഴുതി പൂർത്തിയാക്കണം, അദ്ദേഹം പറയുമായിരുന്നു. അപ്പോൾ ഞാൻ സത്രത്തെക്കുറിച്ച് ജീവിതത്തിലും എഴുത്തിലും സാഹസികത സതീഷ് ബാബുവിന് ഇഷ്ടമായിരുന്നു. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ കാൽപ്പാടുകൾ തേടിയുള്ള യാത്ര അദ്ദേഹത്തിൻ്റെ ജീവിത നിയോഗം പോലെ ആയിരുന്നു. കാണുമ്പോഴെല്ലാം സതീഷ് അതേക്കുറിച്ച് പറയുമായിരുന്നു. അതൊരു അസാധാരണ ജീവിതത്തിലൂടെയുള്ള ക്ലേശകരവും ആത്മകർഷം പകരുന്നതുമായ ഒരു ആന്തരിക യാത്രയായിരുന്നു. ഈ വലിയ വലിയ മഹാപ്രതിഭകളുടെ മനസ്സിലൂടെ യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്, നമുക്കത് വളരെ ക്ലിഷ്ടകരമാണ്. ചെക്കോവൊക്കെ അതുപോലെ തന്നെ ഈ ഡോക്ടർ ഷിവാഗോ ട്രാൻസ്ലേറ്റ് ചെയ്ത മഹാനായ മുട്ടത്തുവർക്കി പറഞ്ഞിട്ടുണ്ട്, അതൊരു ആഴക്കടലിലേക്ക് തോണി ഇറക്കുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടതെന്നൊരു
അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം മഹാപ്രതിഭകളെക്കുറിച്ച് ഈ വലിയ സൃഷ്ടികളിലോട്ട് നമ്മൾ കടക്കുമ്പോഴത്തേക്കും അതിനെക്കുറിച്ചൊക്കെ എഴുതുക എന്ന് പറയുമ്പം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കത് പിന്നെ പാവങ്ങളെക്കുറിച്ച് എഴുതാനൊരു ഞാൻ സാഹസികത കാണിച്ചു. ഒരു എത്തും പിടിയും കിട്ടില്ല. അതിനെക്കുറിച്ച് എഴുതിയ ഈ അടുത്ത കാലത്ത് പിന്നെ ഒരു ലാറ്റിൻ അമേരിക്കൻ യോസ അതിനെക്കുറിച്ചൊരു ടെംപ്റ്റേഷൻ ഓഫ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് പാവങ്ങളെക്കുറിച്ച്. യോസ പറഞ്ഞിട്ടുണ്ട്, ഈ പാവങ്ങളിലോട്ട് അദ്ദേഹം ഇറങ്ങിയപ്പോൾ അദ്ദേഹം നടുക്കടലിലായിപ്പോയി. ഒരു വലിയൊരു മഹാസമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്നൊരു തോന്നലാണ് എനിക്കെന്ന് പാവങ്ങളെക്കുറിച്ച് എഴുതുമ്പോൾ യോസ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വല്ലാത്തൊരു ദൗത്യമാണ് സതീഷ് ഏറ്റെടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ ചെറുകഥകളെക്കുറിച്ച് ഞാൻ ഒരു 5 പഠനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹൃദയത്തെ തൊടുന്ന ഏതാനും ചെറുകഥകളിലൂടെയാണ് കഥാകൃത്തും നോവലിസ്റ്റും തിരക്കഥാകൃത്തുമായ സതീഷ് ബാബു വായനക്കാരുടെ മനസ്സിൽ ഇന്ന് നിൽക്കുന്നത്. ഒരു തൂവലിൻ്റെ സ്പർശം, പേരമരം, വൃശ്ചികം വന്ന് വിളിച്ചു, ഇളയമ്മ, മനസ്സ്, സിനിമ, ലിഫ്റ്റ്, വയലറ്റും, അരികിലാരോ എന്നീ കഥകൾ സ്നേഹം നിഷേധിക്കപ്പെട്ട മനുഷ്യാത്മാക്കളുടെ വിലാപങ്ങളാണ്. ഈ സതീഷിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സ്നേഹ വേർപാടുകളെക്കുറിച്ചും ഹൃദയബന്ധങ്ങളെക്കുറിച്ചും വേർപാടുകളെക്കുറിച്ചും അദ്ദേഹം ധാരാളം എഴുതുമായിരുന്നു. ഈ തെറ്റിദ്ധരിക്കപ്പെട്ട സ്നേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അതൊരു തൂവൽ സ്പർശം എന്ന് പറഞ്ഞ കഥയിൽ അതുകൊണ്ട് അമ്മയുടെ പിറന്നാളിന് മകൻ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, പ്രാരബ്ധങ്ങൾ കാരണം വൈകി എത്തിയപ്പോൾ അമ്മ ചോദിക്കുന്നു, നീ എന്തിനാ ഇപ്പോൾ വന്നത്? അമ്മ ചോദിക്കുന്നു. മകൻ വല്ലാതെ മുറിവേറ്റു മനസ്സ്. അപ്പോൾ ഈ തെറ്റിദ്ധരിക്കപ്പെട്ട സ്നേഹം അദ്ദേഹത്തിൻ്റെ കഥകളുടെ ഒരു പ്രത്യേകതയായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാള സാഹിത്യത്തിൽ ടി പത്മരാജൻ എന്നിവർക്ക് ശേഷം ഈ നമ്മളൊരു സ്നേഹത്തിൻ്റെ ഒരു ആർദ്രത നമുക്ക് അനുഭവപ്പെട്ട ഏതാനും കഥകൾ നമ്മളുടെ സതീഷ് ബാബു പയ്യന്നൂരേതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഈ കലാകൗമുദിയിലും പിന്നെ കേരളകൗമുദി വീക്കെൻഡിലും എഴുതിയപ്പോൾ എൻ്റെ ഫോൺ നമ്പർ കൂടെ അവർ ചേർത്തിരുന്നു. പക്ഷേ ഈ അദ്ദേഹത്തിന് ഇത്രത്തോളം ആരാധകരുണ്ടെന്ന് ഞാൻ അപ്പോഴാണ് അറിഞ്ഞത്. ഫോൺ കോളിൻ്റെ ബഹളമായിരുന്നു. അത് കൂടുതലും സ്ത്രീകളാണ്. ഈ സതീഷിൻ്റെ കഥാപാത്രങ്ങൾ വന്ന് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി. അമ്മമാരൊക്കെ അയ്യോ ഒരു അമ്മ പറഞ്ഞത് ഇമോഷണലായി. അമ്മ എൻ്റെ പൊന്നു മോനായിരുന്നു. ചന്നം പിന്നെ എന്ന് പറഞ്ഞ കോളം എഴുതുമായിരുന്നു കേരളകൗമുദിയിൽ. ചന്നം പിന്നെ ഞാൻ എന്നും വായിക്കുമായിരുന്നു. ഞാൻ അതിശയിച്ചു, ഇത്രയത്തോളം വായനക്കാരുണ്ടായിരുന്നു ഒരു എഴുത്തുകാരന്. അപ്പോൾ ഞാൻ ഇതുപോലെ എനിക്ക് പ്രൊഫസർ രാമകൃഷ്ണൻ നായരെ കുറിച്ച് ഞാൻ ഒരു എഴുതിയിരുന്നൊരു ലേഖനം. അപ്പം അതിനും ഇതുപോലുള്ളൊരു അതിനേക്കാളേറെ സതീഷിൻ്റെ ഇതിന് എഴുതിയപ്പോഴാണ് എനിക്ക് അമ്മമാരും ഒരുപാട് സഹോദരിമാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷേ പിന്നെ സമയപരിധി മൂലം ഞാൻ കൂടുതൽ കഥകളെക്കുറിച്ചൊക്കെ കൂടുതൽ പറയണമെന്നുണ്ട്. ഇനിയും നമ്മുടെ ബഹുമാന്യരായ പലരും സംസാരിക്കാനുണ്ട്. ഇന്നിവിടെ നമ്മൾ ആദരിക്കുന്ന ശ്രീ MF തോമസ് സാർ, അദ്ദേഹത്തെക്കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങളൊരു ഏകദേശം ഒരു 50 വർഷത്തോളമായിട്ടുള്ളൊരു സൗഹൃദമാണ്. ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ് അദ്ദേഹം. അപ്പം ഞങ്ങളൊക്കെ നല്ല സിനിമ എന്തെന്ന് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയുമാണ്. അദ്ദേഹത്തെ ഇവിടെ സമുചിതമായിട്ട് ആദരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീ നാരായണ ഭട്ടതിരി, അവർക്ക് 2 പേർക്കും എൻ്റെ അനുമോദനങ്ങൾ. അതുപോലെ തന്നെ പ്രശാന്ത് നാരായണനും എൻ്റെ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിലും ഞാൻ നമിക്കുന്നു. സതീഷ് ബാബു പയ്യന്നൂരിൻ്റെയും പ്രശാന്ത് നാരായണൻ്റെയും സ്മരണയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ പ്രദീപ് സർ. കഴിഞ്ഞ 1/2 കാലമായി നടനായും സംവിധായകനായും അരങ്ങത്ത് നിറഞ്ഞു നിൽക്കുന്ന ശ്രീ രഘുത്തമൻ, അഭിനയ എന്ന നാടക പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ എന്ന നിലയിൽ ഒട്ടേറെ കലാകാരന്മാരെ ഈ രംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം.
പ്രിയ സുഹൃത്ത് പ്രശാന്ത് നാരായണൻ്റെ സ്മരണകൾ പങ്കുവയ്ക്കുവാനായി അദ്ദേഹത്തെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, നാടകം ഒരു 8:30 മണിക്ക് തുടങ്ങണമെന്ന് ആണ് നോട്ടീസിലുള്ളത്. 8:23 പിന്നെ പലപ്പോഴും വേഷം കെട്ടി മേക്കപ്പൊക്കെ ഇട്ട് പിന്നിറങ്ങിൽ എങ്ങനെയെങ്കിലും ഈ സമ്മേളനം തീർന്നു കിട്ടിയാൽ ഞങ്ങൾക്ക് നാടകം കളിക്കാൻ പ്രേക്ഷകരെ കിട്ടും. അത് കഴിഞ്ഞ് വണ്ടിയിൽ സാധനങ്ങളുമായിട്ട് പുറപ്പെടുന്ന ഒരു സംഘാടകൻ്റെയും നടൻ്റെയും മനസ്സായിട്ട് നിൽക്കുന്ന ആളെന്ന നിലയ്ക്ക് ഞാൻ വളരെ ചുരുക്കി, ഇനിയും പ്രാസംഗികരുണ്ട്, അതുകൊണ്ട് വളരെ ചുരുക്കി 1-2 കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. സതീഷ് ബാബുവിനെ എനിക്ക് വളരെ അടുത്ത് പരിചയമുണ്ട്. ഇവിടെ എല്ലാവരും സംസാരിച്ചതുപോലെ തന്നെ ഭാരത് ഭവൻ്റെ ഡയറക്ടറായപ്പോൾ അഭിനയമായി സഹകരിച്ച് വളരെ വളരെ കാര്യങ്ങൾ ചെയ്യാനും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാനും കഴിഞ്ഞു. അത്രമാത്രമാണ് എനിക്ക് സതീഷ് ബാബുവിനെ കുറിച്ച് ഓർക്കാൻ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. പ്രശാന്ത് നാരായണനെ കുറിച്ച് വളരെ ഇപ്പോൾ പ്രമോദ് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. പ്രശാന്ത് നാരായണൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്താണ്. ഞാനൊരു നാടകത്തിൻ്റെ രസതന്ത്രം മാത്രം ആലോചിക്കാൻ സമയം കിട്ടുന്ന ആളാണ്. ബാക്കി ഞാൻ സംഘാടകനായിട്ട് ഈ പറഞ്ഞ നേരത്തെ സാറ് പറഞ്ഞ പോലെ, പ്രദീപ് സാറ് പറഞ്ഞ പോലെ, ഒരു സംഘർഷം എപ്പോഴും സംഘാടകൻ്റെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനത്തോടൊപ്പം തന്നെ ഈ സംഘാടകൻ എന്നുള്ള ഭാരിച്ച ചുമതല വഹിച്ചതുകൊണ്ട് എനിക്ക് അഭിനയം എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ് കൂടുതൽ സർഗാത്മകമായി വ്യാപരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പ്രശാന്ത് നാരായണൻ എന്ന നാടകകൃത്തിനെയും സംവിധായകനെയും നടനെയും കുറിച്ച് വിലയിരുത്താൻ ഞാൻ പ്രാപ്തനല്ല എന്നുള്ള ആമുഖത്തോടുകൂടി തന്നെ ഞാൻ തുടങ്ങട്ടെ. കാരണം അതിനി ഭാവിയിൽ വിലയിരുത്തപ്പെടേണ്ടതാണ്. നാടക പണ്ഡിതന്മാർ അത് ഭാവിയിൽ ആ കർമ്മം നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രശാന്ത് നാരായണനെ ഒരു ചുരുക്കി അദ്ദേഹത്തിൻ്റെ ഒരു നാടക പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞാൽ, അദ്ദേഹം കരുത്തുറ്റ സംവിധായകൻ, നാടക രചയിതാവ് ആയിരുന്നു. നടനേക്കാളും അദ്ദേഹം കൂടുതൽ ഒരു 10-30 നാടക രചനകളും 60ഓളം നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട്. 17 വയസ്സിൽ ആട്ടക്കഥ രചിച്ചിട്ടുള്ളതാണ്. പിന്നെ കഥകളി പഠിച്ചിട്ടുണ്ട്. അച്ഛൻ നാരായണൻ നായർ, വെള്ളായണി നാരായണൻ നായർ, അദ്ദേഹം ആ കഥകളി സാഹിത്യകാരൻ്റെ മകനായിട്ട് ജനിച്ചു. ആ കലാകുടുംബത്തിൽ തന്നെ അയാൾക്ക് ഏറെ ഊർജം കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഈ 17ാമത്തെ വയസ്സിൽ ആട്ടക്കഥ രചിച്ചു എന്നറിഞ്ഞ പ്രശാന്ത് നാരായണൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കുറച്ച് നേരം നോക്കി. കാര്യം ഞാൻ ഈ പട്ടണത്തിലെ വേറെ ഒരു സംസ്കാരത്തിൽ നിന്ന് വന്നിട്ട് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചെന്ന കഥകളിയെക്കുറിച്ചും പടയണിയെക്കുറിച്ചും ഇതൊക്കെ ആധികാരികമായിട്ട് ഒന്ന് പഠിക്കാനേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇത് സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞിട്ട് ഞാനും നെല്ലിയോട് സാറിൻ്റെ അവിടെ കഥകളി പഠിക്കാൻ പോയി, ഈ കളരിയൊക്കെ പഠിക്കാൻ പോയി. കാര്യം സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് കുറച്ചുകൂടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചു വന്നപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു നാടകക്കാരൻ കഥകളിയെല്ലാം പഠിച്ച് ആധികാരികമായിട്ട് ഒരു നാടകരചന നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈ കഥകളി അട്ടകഥ എഴുതുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമല്ല എന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഒരു 17 വയസ്സിൽ ഒരു ഈ കഥ രചിച്ച ആളെന്നുള്ള രീതിയിൽ വളരെ ബഹുമാനം തോന്നിയിരുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് സംസ്ഥാന സംഗീത നാടക അക്കാദമി
അവാർഡ് ലഭിച്ചു. ഇതൊക്കെയാണ് പൊതുവെ അദ്ദേഹത്തിൻ്റെ ഈ നാടക ജീവിതത്തിലെ ഭൗതികമായുള്ള ചില നേട്ടങ്ങളെക്കുറിച്ചോ അയാളുടെ ജീവിതത്തെ കുറിച്ചോ പറയാൻ. പിന്നെ എൻ്റെ അദ്ദേഹമായിട്ടുള്ള ഒരു പരിചയപ്പെട്ടത് എങ്ങനെയാണ് എന്ന് 2 വാക്കിൽ പറയാൻ ഉദ്ദേശിക്കുന്നു. അത് സ്കൂൾ ഡ്രാമയിൽ അഡ്മിഷൻ സമയമായി. അപ്പോൾ ഒരു ദിവസം വീട്ടിൽ പ്രശാന്ത് നാരായണൻ വരുന്നു. അപ്പോൾ അതിനു മുമ്പ് പ്രശാന്ത് നാരായണൻ്റെ ഒരു നാടകം കണ്ടു. നാടകം കണ്ട ഈ ചെറുപ്പക്കാരൻ വളരെ സാധ്യതയുള്ള സംവിധാനം, എനിക്ക് തോന്നുന്നു അത് ആ നാടകം ഛായാമുഖിയല്ല, അതിനുണ്ട് മറ്റൊരു നാടകമാണ്. ആ നാടകം അതിലെ ഒരു സംവിധായകൻ്റെ മികവ് ഈ സ്കൂൾ ഡ്രാമയിൽ തന്നെ പഠിക്കാത്ത ഒരാളാണ്. അദ്ദേഹം ചെയ്ത നാടകം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു നാടക പ്രതിഭയായി വരും. അത്രയ്ക്ക് വളരെ ശക്തമായ രംഗാവിഷ്കാരമായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വന്ന് പറഞ്ഞു, ചേട്ടാ എനിക്ക് സ്കൂൾ ഡ്രാമയിൽ ചേരണം, ചേട്ടനൊന്ന് റെക്കമെൻഡ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾക്ക് എന്തിനാണ് റെക്കമെൻഡേഷൻ? ഇത്രയും അവിടെ സ്കൂൾ ഡ്രാമയിൽ ഇത്രയും ഞാൻ അവിടെ പഠിച്ച സമയത്ത് എൻ്റെ അഡ്മിഷൻ സമയത്തും അവിടെ കാണുന്ന വിദ്യാർത്ഥികളൊക്കെ വെച്ചിട്ട് എത്രയോ മുകളിലാണ് പ്രശാന്ത് നാരായണൻ. അദ്ദേഹത്തിന് എന്തിനാണ് റെക്കമെൻഡേഷൻ? ഞാൻ പറഞ്ഞു തനിക്ക് റെക്കമെൻഡേഷൻ ഒന്നും വേണ്ടടോ, തനിക്ക് ഉറപ്പായിട്ടും കിട്ടും. ഞാൻ വയലാർ സാറിനെ വിളിച്ച് പറഞ്ഞില്ല, എനിക്കറിയാം കിട്ടും. അവിടെ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കാത്തത്. കാര്യം അത് ഒരു കുറവാകും. ഇനി ആരെങ്കിലും പറയും പ്രശാന്ത് നാരായണൻ രഘുത്തമനും കൂടെയൊക്കെ പറഞ്ഞിട്ട് കിട്ടിയതാണെന്ന് വരരുത്. കാര്യം അതിനേക്കാളും വളരെ മുകളിലായിരുന്നു പ്രശാന്ത് നാരായണൻ. ആ പ്രശാന്ത് നാരായണൻ അങ്ങനെ അഡ്മിഷൻ കിട്ടി. അവിടെ പിന്നെ നിർഭാഗ്യവശാൽ കുറച്ചു കാലം അദ്ദേഹത്തിന് പറ്റിയ ഇടം ഈ പ്രമോദ് പറഞ്ഞ പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടാവാൻ ഇടയുണ്ട്. അവിടുത്തെ ഒരു ചട്ടക്കൂടിൽ നിന്ന് ക്ഷമയോടെ കുറേ കാലം കഴിഞ്ഞാൽ എന്തെങ്കിലും അവിടെ പല പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് നമ്മുടെ കാര്യം മാത്രം നേടിയെടുക്കാനുള്ള ഒരു പ്രത്യേക തന്ത്രം ആവിഷ്കരിച്ചാലേ സ്കൂൾ ഡ്രാമയിൽ കൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. പല കലാപരമായും അല്ലാത്തതും എല്ലാതുമായുള്ള ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറുപ്പക്കാർ കടന്നു പോകണം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു ശങ്കരപ്പിള്ള സാറും ഒക്കെ ഉള്ള സമയമായിരുന്നെങ്കിൽ, പിന്നെ പ്രത്യേകിച്ച് കൃഷ്ണൻ നമ്പൂതിരി സാറ് ജീവിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് ഉറപ്പായിട്ടും പ്രശാന്ത് നാരായണൻ അവിടെ നിന്ന് പഠിച്ചിട്ടേ പോകുള്ളായിരുന്നു. കാര്യം കൃഷ്ണൻ നമ്പൂതിരി സാറ് വിടുമെന്ന് തോന്നുന്നില്ല, കഥകളി ആചാര്യൻ. പ്രശാന്തിനെ പോലെ ഒരാൾ സ്കൂൾ ഡ്രാമയിൽ കൃഷ്ണൻ നമ്പൂതിരി സാറിന് കിട്ടി കാണില്ല. അങ്ങനെ ഒരാൾ കൃഷ്ണ നമ്പൂതിരി സാറ് പ്രശാന്തൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആ ഓർമ്മ. പിന്നെ അഭിനയിലൊരു നാടകം ചെയ്യാനായിട്ട് അദ്ദേഹം താല്പര്യപ്പെട്ടു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ആ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് രചനയിൽ നടക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 6 മാസം ചർച്ചകളും കാര്യം ഒക്കെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഛായാമുഖി നാടകം സിനിമയിലെ നടന്മാരെ അഭിനയിക്കാനായിട്ടുള്ള താല്പര്യമായിട്ട് വന്നു. പിന്നെ അതിൻ്റെ അവതരണം കഴിഞ്ഞ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. പിന്നെ പല കാര്യങ്ങളുണ്ട്. എൻ്റെ ചില നാടക സംബന്ധമായുള്ള വിദേശ യാത്രകളും വരികയും ഒക്കെ ആയിട്ട് അതങ്ങ് നീണ്ടും പോയി. നിർഭാഗ്യവശാൽ അത് നടന്നില്ല. പിന്നെ അതാണ് എനിക്ക് ഒരു പരിചയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ നാടകവേദിയിൽ പ്രശാന്ത് നാരായണനെ എങ്ങനെ അടയാളപ്പെടുത്തണം എന്നുള്ള കാര്യമാണ് നമുക്ക് ആലോചിക്കേണ്ടത്. അതിൽ ഞാൻ ഈ പറഞ്ഞ എനിക്ക് ഈ പരിമിതിയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചില കാര്യങ്ങൾ മാത്രം, എൻ്റേതായിട്ടുള്ള ചില വീക്ഷണങ്ങൾ മാത്രം, അത് പൂർണ്ണമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഈ നമ്മുടെ തനത് നാടക പ്രസ്ഥാനം 1967 ശാസ്താംകോട്ടയിലെ നാടക കളരി നടക്കുമ്പോൾ CN ശ്രീകണ്ഠൻ നായർ, M ഗോവിന്ദൻ, അയ്യപ്പ പണിക്കർ, G ശങ്കരപ്പിള്ള തുടങ്ങിയവരുടെ ഈ നാടകക്കളരിക്കിടയിൽ നടന്ന സംഭാഷണങ്ങളോ അതിൻ്റെ ആ കളരിയിൽ തന്നെയോ നടന്ന സംഭാഷണത്തിൻ്റെ ഒരു ആശയ രൂപീകരണമായിരുന്നു ഈ തനത് നാടകം. അപ്പോൾ ഈ കൊളോണിയൽ ഇൻഫ്ലുവൻസ് കൊണ്ട് മലയാള നാടകവേദിയിൽ വന്ന
ചില മാറ്റങ്ങളുണ്ട്. ഒരു സംഭാഷണ പ്രധാനമായ നാടകം നടൻ്റെ ശരീരത്തെക്കാളും വാചികമായ ഉള്ള അഭിനയത്തിനാണ് പ്രാധാന്യം നൽകുന്ന പാശ്ചാത്യ നാടക സങ്കല്പത്തിൻ്റെ പിൻപറ്റി മറ്റൊരു തരം നാടകങ്ങൾ വന്ന് അതുമാത്രമാണ് മഹത്തായ നാടകമെന്ന് വിചാരിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് മലയാള നാടകവേദി പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ അവസ്ഥയിലാണ് ലോകമെമ്പാടും ഈ നമ്മുടെ പാരമ്പര്യത്തിലേക്കും നമ്മുടെ റൂട്ടിലേക്കും തിരിച്ചു പോകണമെന്നുള്ള ആശയം മുന്നോട്ട് വന്ന കാലഘട്ടത്തിലാണ് ഇവിടെ ഇത്തരം ആലോചനകൾ വന്നത്. അങ്ങനെ ആ നാടകവേദിയുടെ തുടക്കത്തിൽ CN ശ്രീകണ്ഠൻ നായരുടെ പോലുള്ള നാടകരചയിതാക്കൾ കലി എന്ന നാടകം രചിച്ചു. അത് അരവിന്ദേട്ടൻ സംവിധാനം ചെയ്തു. നല്ല കൂക്കുവിളി കേട്ടെന്നാണ് കോട്ടയത്ത് അറിഞ്ഞത്. കാര്യം അന്ന് പരിചിതമില്ലാത്ത, പ്രേക്ഷകർക്ക് പരിചിതമല്ലാത്ത ഒരു നാടക അവതരണം പ്രേക്ഷകർ സ്വീകരിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാര്യം പക്ഷേ അരവിന്ദേട്ടനെ പോലുള്ള ഒരാൾ അത്തരം ഒരു നാടകം ചെയ്യുമ്പോൾ, സംവിധാനം ചെയ്യുമ്പോൾ അത് എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. അത് പ്രേക്ഷകൻ്റെ ഒരു കുറവ് തന്നെയാണ് ആ നാടകം സ്വീകരിക്കാൻ പറ്റാത്തത്. അത് എല്ലാ നാടകവേദിയിലും അങ്ങനെ വന്നിട്ടുണ്ട്. വെയിറ്റിംഗ് ഫോർ ഗോദോ ഇതുപോലെ വലിയൊരു സാഹിത്യ സദസ്സിൽ അവതരിപ്പിച്ചപ്പോൾ ഇത് നാടകമാണോ എന്ന് പറഞ്ഞത് പിൽക്കാലത്ത് നോബൽ പ്രൈസ് കിട്ടാൻ തന്നെ കാരണമായ നാടകമാണ്. അപ്പോൾ അത് ഒരു അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഈ പറഞ്ഞു വന്നത് കലി നാടക അവതരണത്തിന് ശേഷം പിന്നെ ഈ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നു. അതിൽ വിജയിച്ച് എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരോട് ഒരു സംവേദനം നടത്താൻ കെൽപ്പുള്ള നാടകത്തിലേക്ക് എത്താൻ കഴിഞ്ഞത്, അതിൻ്റെ രചനയിലും അവതരണത്തിലും എത്താൻ കഴിഞ്ഞത് കാവാലം നാരായണ പണിക്കർ സാറിൻ്റെ നാടകങ്ങളിലാണ്. അത് ജി അരവിന്ദൻ അവനവൻ കടമ്പ സംവിധാനം ചെയ്തു. അതോടുകൂടി മലയാള നാടകവേദിയിൽ ഇതിൻ്റെ സാധ്യതയെക്കുറിച്ച് ചെറുപ്പക്കാരും ബോധവാന്മാരായി. നാടകരചയിതാക്കളും അഭിനേതാക്കളും എല്ലാം രംഗത്ത് വന്നു. അങ്ങനെ ഒരു തനത് നാടകവേദിക്ക് ഒരു അടിത്തറ ഉണ്ടായി എന്ന് പറയാം. അതിൽ ഈ പറഞ്ഞ ശങ്കരപിള്ള സാറും നരേന്ദ്രപ്രസാദ് സാറും ഒക്കെ എനിക്ക് തിരുവനന്തപുരത്തെ നാടകവേദിയെക്കുറിച്ചാണ് കൂടുതൽ പരിചയമുള്ളത്. ഈ നാടക അവതരണങ്ങൾ, ഈ നാടക കൃത്തുക്കൾ നാടകം തനതു നാടക ശൈലിയിൽ രചിച്ചുകൊണ്ട് തുടർന്നിരുന്നു. അതിൽ ഒരു കാവാലം നാരായണ പണിക്കർ സാറിന് മാത്രമാണ് അതിൻ്റെ പ്രയോഗത്തെക്കുറിച്ച്, സാറിൻ്റെ ജീവവായു തന്നെയായിരുന്നു നമ്മുടെ പാരമ്പര്യ കലകളും അനുഷ്ഠാന കലകളും എല്ലാം. അതിന് വളരെ ഒരു കവി കൂടിയായിരുന്നു. അതുകൊണ്ട് സാറിൻ്റെ രചനയും സാറിന് അതിൻ്റെ രംഗഭാഷ നിർമ്മിക്കാനുള്ള കെൽപ്പുമുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിത് ഈ പറയുന്ന ജോസ് ചിറമൽ മുദ്ര രാക്ഷസം എന്ന സംസ്കൃത നാടകം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് നാടകം ചെയ്യാൻ അതിൻ്റെ രംഗഭാഷയ്ക്ക് ഒരു കഥകളി നടനെ കൊണ്ട് നാടക നടന്മാരെ പരിശീലിപ്പിക്കേണ്ട അവസ്ഥ വന്നു. അപ്പം കാവാലം നാരായണ പണിക്കർ സാറിന് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ സാറിന് ശേഷം പല സംവിധായകരും നാടകകൃത്തുക്കൾ വന്നെങ്കിലും സംവിധായകർക്കെല്ലാം ഇതുപോലെ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നു. ഈ രംഗശൈലിക്ക് നടന്മാരെ പരിശീലിപ്പിക്കാൻ പ്രശാന്ത് നാരായണന്, കാവാലം നാരായണൻ പണിക്കറിന് ശേഷം പ്രശാന്ത് നാരായണൻ മാത്രമാണ് അതിനുള്ള കഴിവുണ്ടായിരുന്നത്. 17ാമത്തെ വയസ്സിൽ ആട്ടക്കഥ എഴുതി കഥകളി നെല്ലിയോട് സാറിൻ്റെ കീഴിലും മറ്റൊരു അധ്യാപകൻ്റെ കീഴിലും പഠിച്ചു. അങ്ങനെ പ്രായോഗികമായിട്ട് പരിശീലനം നേടിയ നാടകകൃത്താണ്. അതുകൊണ്ട് രചനയിൽ തന്നെ അരങ്ങിലെ ഭാഷ എന്തായിരിക്കണം, നടന്മാരെ ഏത് തരത്തിൽ വാർത്തെടുക്കണം, അത് എത്തിക്കാനുള്ള ഒരു പ്രാഗൽഭ്യം നേരത്തെ തന്നെ അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് കാവാലം നാരായണ പണിക്കറിന് ശേഷം പ്രശാന്ത് നാരായണൻ ആയിരുന്നു മലയാള നാടകവേദിയെ, ഈ തനത് നാടകവേദിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു എനിക്ക്. അത് ഈ മരണം വരെ, അദ്ദേഹത്തിൻ്റെ മരണം വരെ അത് തന്നെയായിരുന്നു. അപ്പോൾ ഓരോ നാടകവും മികച്ചതായിരുന്നു. അപ്പോൾ ആ കഥകളി
ആട്ടക്കഥ മുതൽ ഛായാമുഖി വരെ എന്ന് വെച്ചാൽ പ്രശസ്തമായ നാടകം എന്ന നിലയ്ക്ക് മാത്രമാണ് ഛായാമുഖി പറയുന്നത്. അതല്ലാതെ അദ്ദേഹം എഴുതിയ പല നാടകങ്ങളും മികച്ചതാണ്. അത് കഴിഞ്ഞ് ഛായാമുഖി കഴിഞ്ഞ് ഇനിയും അദ്ദേഹത്തിൽ നിന്ന് വളരെ മലയാള നാടകവേദി പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന, എന്നെപ്പോലുള്ള നാടകത്തിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ആളെന്നുള്ള നിലയിൽ ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു നാടകകൃത്തും സംവിധായകനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള നാടകവേദിക്ക് വളരെ വളരെ നഷ്ടമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇപ്പോൾ നാടകമില്ല എന്ന് തന്നെ പറയാം. വളരെ വളരെ ചെറിയ ചെറിയ നാടക സംഘങ്ങൾ വല്ലപ്പോഴും നാടകം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി. ഒരു സമയത്ത് ഞാനിവിടെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോകുന്നതിന് മുമ്പ് ഒരു മാസം ഒന്നുകിൽ കാവാല നാരായണ പണിക്കർ സാറിൻ്റെ നാടകം കാണും, അല്ലെങ്കിൽ വൈലാവാസുപിള്ള സാറ് വേണുകുട്ട സാറിൻ്റെ സുവർണരേഖയുടെ നാടകം കാണും, നാട്യഗ്രഹത്തിൻ്റെ നരേന്ദ്രപ്രസാദ് സാറിൻ്റെ കാണും, അല്ലെ നാടയോഗം രഘുവിൻ്റെ തെരുവ് നാടകം കാണും. ഇങ്ങനെ ഉള്ള നാടകം ഇവിടെ വളരെ സമർത്ഥമായി ആടിക്കൊണ്ടിരുന്ന നാട്ടിൽ നിന്ന് ഇപ്പോൾ അത് ചുരുങ്ങി വരുന്നു എന്നുള്ളത് എന്നെപ്പോലുള്ള നാടക പ്രവർത്തകർക്ക് അല്പം വിഷമമുള്ള കാര്യമാണ്. എങ്കിൽ തന്നെ പലയിടത്തും നാടകം ശക്തമായിട്ട് നടക്കുന്നുണ്ട്. പ്രശാന്ത് നാരായണനെ ഇനി വരുന്ന തലമുറ വിലയിരുത്തും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Dr. George Onakur, Srimati A.J. Olina, Shri K.R. Ajayan, Advocate C. Anoop, Dr. Pramod Payyannur എന്നിവർ ചേർന്ന പാനലാണ് ഈ വർഷത്തെ സതീഷ് ബാബു പയ്യന്നൂർ സംസ്ഥാന ചെറുകഥാ പുരസ്കാരങ്ങൾ നിർണയിച്ചത്. കലാലയ മത്സര റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായി ജൂറി അംഗവും സാഹിത്യകാരനും നവമാധ്യമ രംഗത്തെ നിറസാന്നിധ്യവുമായ ശ്രീ അനൂപ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സതീഷ് ബാബു പയ്യന്നൂരിൻ്റെയും പ്രശാന്ത് നാരായണൻ്റെയും ഓർമ്മ വളരെ ഗാഠമായ രീതിയിൽ അവരുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപഴകിയിട്ടുള്ളവർ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പ്രഭവർമ്മയാണെങ്കിലും ഓണക്കൂർ സാറാണെങ്കിലും ഭട്ടതിരി, പ്രമോദ്, ഇങ്ങനെ മിക്കവാറും ഈ വേദിയിലും സദസ്സിലുമുള്ള പലരുടെയും കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ രണ്ട് പേരുമായിട്ട് വളരെ വ്യക്തിപരമായി ബന്ധം സൂക്ഷിച്ചിരുന്നവരാണ് പലരും. അതുപോലെ തന്നെ കഴിഞ്ഞ 30 വർഷമായിട്ട് ഈ പറയുന്ന രണ്ടുപേരും, സതീഷ് ബാബു തിരുവനന്തപുരത്ത് വന്ന കാലം മുതൽ, കലാകൗമുദിയിൽ അദ്ദേഹം വരുന്ന കാലം മുതൽ, ഈ അദ്ദേഹം നമ്മെ വിട്ടുപിരിയുന്നതിൻ്റെ തലേന്ന് രാത്രിയിൽ വരെ ജീവിതത്തിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും വ്യക്തിപരമായി സംസാരിക്കുകയും പലപ്പോഴും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ പല കാര്യങ്ങളിലും ഒപ്പം നിൽക്കുകയും ചെയ്ത ആളാണ്. എനിക്ക് തോന്നുന്നത് ഈ രണ്ടുപേരും, പ്രശാന്തും സതീഷ് ബാബുവും, എനിക്ക് അവർ ചെയ്ത പല പ്രധാനപ്പെട്ട വർക്കുകളേക്കാൾ കൂടുതൽ അവർ രണ്ടുപേരും എന്നോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ളത് അവർ ചെയ്യാൻ പോകുന്ന 2 വർക്കുകളെക്കുറിച്ചായിരുന്നു. ഒന്ന്, സതീഷ് ബാബു എപ്പോഴും സംസാരിച്ചിരുന്നത് സത്രം എന്ന പേരിൽ പി കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തെ കേന്ദ്രീകരിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന നോവൽ. ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയോട് ചോദിച്ചപ്പോൾ, ചേച്ചിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നോവൽ ഏതാണ്ട് പൂർത്തിയാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പി കുഞ്ഞിരാമൻ നായരുടെ ദീർഘമായ യാത്ര, തമ്പാനൂരിലെ സത്രത്തിൽ, CP സത്രത്തിൽ അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള ആ ജീവിതയാത്ര പലതരത്തിൽ വായിച്ചും സംസാരിച്ചും അതിമനോഹരമായ രീതിയിലൊരു നോവൽ എഴുതണം, അത് കവിയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തെ പോലെ അല്ലെങ്കിൽ അതിൻ്റെ മേലെ നിൽക്കുന്ന തരത്തിൽ വായനക്കാരെ സൃഷ്ടിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് സതീഷ് ബാബു പയ്യന്നൂർ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കാരണം 7 മിനിറ്റിൽ കൂടുതൽ ഒരാൾ സംസാരിച്ചാൽ ലാഗ് വരും എന്ന് പൊതുവെ പറയാറുണ്ട്. കാരണം ദൂരദർശനിൽ പണ്ട് പ്രോഗ്രാമുകൾ 23 മിനിറ്റായിരുന്നു. അതെന്തുകൊണ്ടാണ് ഈ 23 മിനിറ്റിൻ്റെ കണക്ക് വന്നതെന്ന് ഞാൻ കുഞ്ഞികൃഷ്ണ സാറിനോട് ചോദിച്ചപ്പോൾ, ദൂരദർശൻ ഡയറക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് 23 മിനിറ്റിൽ കൂടുതൽ ആൾക്കാരുടെ കോൺസെൻട്രേഷൻ നിൽക്കില്ല എന്ന് ഏതോ മനഃശാസ്ത്ര പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ കാലത്ത് അത് 7 മിനിറ്റായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. സപ്താഹം പോലും 7 മിനിറ്റിൽ താഴെ നിൽക്കുന്ന രീതിയിലേക്ക് മാറ്റിയില്ലെങ്കിൽ സപ്താഹത്തിന് ആളുണ്ടാവില്ല എന്നുള്ള രീതിയിലേക്ക് ക്ഷേത്രങ്ങളിൽ പോലും ചർച്ച നടക്കുന്ന കാലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സതീഷ് ബാബു പയ്യന്നൂർ ഈ സത്രം എന്ന് പറഞ്ഞ നോവൽ
എഴുതുന്നതിനെക്കുറിച്ച് എന്നോട് സംസാരിച്ചതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹം എത്രമാത്രം അതിനു വേണ്ടിയിട്ട് എത്രമാത്രം അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയുന്നതാണ്. അദ്ദേഹം ഈ പി കുഞ്ഞിരാമൻ അദ്ദേഹം നമ്മെ വിട്ടുപോകുന്നതിൻ്റെ തലേന്ന് 2-3 ദിവസം മുമ്പ് കാനം രാജേന്ദ്രൻ സഖാവ്, CPI സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ സഖാവ് ദിലീപ് എന്ന് പറയുന്ന സുഹൃത്തിനോട് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയും MN സ്മാരകത്തിൽ ചെല്ലുമ്പോൾ പ്രഭാത് ബുക്ക് ഹൗസ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ആധുനികവൽക്കരിക്കണം, അതിന് നമുക്ക് പറ്റിയ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെ പെട്ടെന്ന് സതീഷ് ബാബുവിൻ്റെ പേര് പറയുകയും അവർ തമ്മിൽ ഫോണിൽ സംസാരിക്കുകയും പിന്നീട് അതിൻ്റെ ചില ചർച്ചകൾ നടക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം ആ സംസാരം നടന്നതിന് ശേഷമുള്ള ഏതാണ്ട് കുറച്ച് നാളുകൾ എല്ലാ ദിവസവും 1-2 തവണ എന്നെ വിളിച്ച് എങ്ങനെ പ്രഭാത് ബുക്ക് ഹൗസ് ഏറ്റവും മികച്ച രീതിയിൽ മലയാളത്തിലെ ഏറ്റവും നല്ല പ്രസാധനശാലയാക്കാം, ഇത്രമാത്രം ഒരു സംഘാടനത്തിൽ ഇത്രമാത്രം ഇത്രമാത്രം താല്പര്യം എടുക്കുമ്പോൾ പോലും അതിനുവേണ്ടി എടുക്കുന്ന ഇഫേർട്ട് ഇത്രമാത്രം വേണോ എന്ന് എനിക്ക് സംശയം തോന്നി. അത്രമാത്രം ആത്മാർപ്പണമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അത് ഈ എഴുത്തുകാരൻ എന്നുള്ള തരത്തിൽ അദ്ദേഹം എടുക്കുന്ന പല ശ്രമങ്ങളെക്കാളും കൂടുതൽ അദ്ദേഹം അതിനുവേണ്ടി ഇഫേർട്ട് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നി. സത്രം നോവലിന് വേണ്ടിയിട്ട് നടത്തിയ യാത്രകൾ, അത് കളക്ട് ചെയ്ത മെറ്റീരിയൽ, ഇതിനെക്കുറിച്ചൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും മികച്ച നോവൽ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം ആ നോവലിൻ്റെ പണി നടത്തിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ പൂർത്തിയാക്കിയിരുന്നുവെന്നാണ് അദ്ദേഹം പോകുന്നതിന് മുമ്പ് തന്നെ അത് പൂർത്തിയാക്കിയിരുന്നെന്നാണ് ഗിരീശ് എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ പ്രശാന്തിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കാം. പിന്നെ പ്രശാന്ത്, ഞാൻ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ ഒരു കഠിനമായ നടുവേദനയായിട്ട് ഒരു 15 ദിവസം ചികിത്സിക്കുന്ന സമയത്ത് ഒരു ദിവസം പ്രശാന്ത്, ഞാൻ അവിടെ അഡ്മിറ്റായി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പാക്കറ്റുമായിട്ട് റൂമിലേക്ക് വന്നു. അത് ONV കുറുപ്പ് സാറിൻ്റെ ഉജ്ജയിനി എന്ന കവിതയുടെ നാടക ആവിഷ്കാരമായിരുന്നു. ഏതാണ്ട് 100-200 പേജിൽ ഈ തിരക്കഥ എഴുതി വന്നിട്ട് പിന്നീടുള്ള 10-14 ദിവസം കൊണ്ട് വൈകുന്നേരങ്ങളിൽ 1 മണിക്കൂർ 2 മണിക്കൂർ പ്രശാന്ത് അവിടെ വന്നിരുന്ന് ഈ സ്ക്രിപ്റ്റ് വായിക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ ONV കുറുപ്പ് സാറിൻ്റെ കവിത വായിച്ചതിനേക്കാൾ കൂടുതൽ ആഹ്ലാദത്തോടു കൂടി ഓരോ ദൃശ്യവും കണ്ട് ഉജ്ജയിനിയെ അവതരിപ്പിക്കുന്നതും അതിലെ കഥാപാത്രങ്ങളുമൊക്കെ അതിമനോഹരമായ രീതിയിൽ പ്രശാന്ത് എഴുതിയിരുന്നു. ഇതിനുശേഷം ഒരു മാസത്തിന് ശേഷം ONV സാറിനെ കണ്ട സമയത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു, സാർ ഞാൻ ഈ ഉജ്ജയിനിയുടെ തിരക്കഥ വായിച്ചു, അതിമനോഹരമായിട്ടുണ്ട്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ONV സാർ എന്നോട് പറഞ്ഞു, ONV സാർ എനിക്ക് തോന്നുന്നു ഒരാളെക്കുറിച്ചും അങ്ങനെ ആരോടെങ്കിലും പറയുന്ന ഒരാളായിട്ട് എനിക്ക് അതിന് മുമ്പ് തോന്നിയിട്ടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അനൂപിൻ്റെ സുഹൃത്തല്ലേ, ഒന്നിവിടെ വരെ വരാൻ പറയൂ. മോഹൻലാൽ വളരെ താല്പര്യത്തോടു കൂടി ആ നാടകം ചെയ്യാൻ വേണ്ടി താല്പര്യം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സനിലിനെ ഇവിടെ അയച്ചിരുന്നു. എത്രയും പെട്ടെന്ന് നാടകം ചെയ്യണം. അതിനുവേണ്ടി പ്രശാന്തിനെ ONV സാറ് ശ്രമിച്ചിട്ട് പോലും പ്രശാന്ത് പിടികൊടുക്കാതെ നടക്കുകയാണ്. എന്തോ തരത്തിൽ പ്രശാന്ത് മനഃപൂർവ്വം അങ്ങനെ ONV സാറിനെ നിഷേധിക്കാനോ അല്ലെ അങ്ങനെയുള്ള ഒരു ആളെയല്ല. പ്രശാന്തിന് ONV സാറിനോട് വളരെ അഗാധമായ ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ആ നാടകം ചെയ്യാൻ വേണ്ടി അപ്പം ഞാനിതിനിടയ്ക്ക് പ്രശാന്തുമായിട്ട് വ്യക്തിപരമായി ഒന്ന് പിണങ്ങേണ്ടി വന്നു. കാരണം പ്രശാന്ത് ഈ നാടകത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ലാഗ് വരുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പ്രശാന്തിനോട് ചോദിച്ചു, പ്രശാന്ത്, ഛായാമൂഹിയേക്കാൾ OV വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസം എഴുതി, അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കൃതി. അതിനുശേഷം വന്ന കൃതികളൊന്നും ഖസാക്ക് പോലെ ശ്രദ്ധേയമായിട്ടില്ല. അതുകൊണ്ട് പ്രശാന്ത് ഛായാമൂഹിക്ക് മേലെ നിൽക്കുന്ന ഒരു നാടകം ചെയ്യണം എന്നുള്ള ഒരു ശാഠ്യം ഇട്ടിട്ട് എത്രയും പെട്ടെന്ന് ആ സമയത്ത് മകരധ്വജനൊക്കെ ചെയ്തു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഈ ഉജ്ജയിനി പ്രശാന്ത് എത്രയും പെട്ടെന്ന് ONV സാറിൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി മോഹൻലാൽ തയ്യാറാണെന്ന് സനിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻറ്റ് വഴി ONV സാറിനോട് സംസാരിച്ചതിനിടയ്ക്കുള്ളൊരു സംഭവം ഇത്. പ്രശാന്ത് പക്ഷേ ആ നാടകം പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷം പ്രശാന്ത് അത് ചെയ്യാതെ നമ്മെ വിട്ടുപോയി. പിന്നീട് എനിക്ക് തോന്നുന്നത് സതീഷ് ബാബു പയ്യന്നൂർ ഈ ഭാരത് ഭവൻ പോലുള്ള ഒരു സംഗതി സംഘാടകൻ എന്നുള്ള തരത്തിൽ ചെയ്തു. കുറേ നല്ല കഥകൾ എഴുതി, നോവൽ എഴുതി. പ്രശാന്തിനെ സംബന്ധിച്ച് പ്രശാന്ത് എപ്പോഴും സ്വന്തമായിട്ടൊരു സംഭവം തുടങ്ങിയപ്പോൾ അതിന് കളം എന്നാണ് പേരിട്ടത്. ഒരിക്കലും എനിക്ക് തോന്നുന്നത് പ്രശാന്തിന് ഒരു വലിയ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ്, സംഘാടനത്തിൻ്റെ ആസ്വാസ്ഥ്യങ്ങൾ പ്രമോദൊക്കെ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്ന ആളല്ല പ്രശാന്ത്. പലപ്പോഴും എന്നോട് ജ്യോതിഷത്തെക്കുറിച്ച് സംസാരിക്കും. ഞങ്ങൾ രണ്ടും ഒരേ നക്ഷത്രമായതുകൊണ്ട് ഇന്ന വർഷം ഇങ്ങനെ സംഭവിക്കും, 12 വർഷം കഴിയുമ്പോൾ വേറെ കാര്യം സംഭവിക്കും, 8 വർഷം കഴിയുമ്പോൾ പിന്നെ ഒരു ചെറിയ ഇറക്കമുണ്ട്. ഇങ്ങനെ ഏതാണ്ട് 10-80 വയസ്സ് വരെയുള്ള ജ്യോതിഷ കഥകൾ എന്നോട് പറയുമായിരുന്നു. ഞങ്ങൾ ഈ നഗരത്തിലൂടെ ഒരുപാട് നടന്ന് സംസാരിച്ചിട്ടുണ്ട്.
എപ്പോഴും ഈ രണ്ടുപേരുടെ കൂടെ നടക്കുമ്പോഴും എനിക്ക് പലപ്പോഴും കോംപ്ലക്സ് തോന്നും. കാരണം സതീഷ് ബാബു പയ്യന്നൂർ സതീഷ് ചേട്ടൻ്റെ കൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണം, അദ്ദേഹത്തിൻ്റെ പൊക്കം, കൂടെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ ചെറിയ മനുഷ്യനാണോ എന്ന് നമുക്കതിന് തോന്നും. അതുപോലെ തന്നെ പ്രശാന്തിൻ്റെ വസ്ത്രധാരണവും പ്രശാന്തിൻ്റെ സംസാരവും ചുറ്റും സമൂഹമുണ്ടെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള ആലോചനയുമില്ലാതെ വളരെ ഒച്ചത്തിൽ സംസാരിക്കുക, ചിലപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ട് നാടകത്തിലെ സംഭാഷണം പറയുക. ഇങ്ങനെ എന്നെ വ്യത്യസ്തമായ രീതിയിൽ അത്ഭുതപ്പെടുത്തിയ രണ്ട് സുഹൃത്തുക്കളാണ്. അവരുടെ ഈ ഓർമ്മ ദിവസമല്ല ഓർമ്മ ഇവിടെ പങ്കുവയ്ക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന എനിക്ക് ഏറ്റവും സന്തോഷകരമായ അനുഭവം മാത്രം തന്ന സുഹൃത്തുക്കളിൽ രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. ഒരിക്കലും പ്രശാന്തിനോട് ഞാൻ ഒരിക്കൽ ഖസാക്കിൻ്റെ ഇതിഹാസവുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ അടുത്ത് നിന്ന് എനിക്ക് സംസാരിക്കേണ്ട നിങ്ങളോടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ പ്രശാന്ത് ഞങ്ങൾ തമ്മിൽ വീണ്ടും കാണുകയും സംസാരിക്കുകയും ചെയ്തു. അല്ലാതെ ഒരിക്കൽ പോലും ഒരു തരത്തിലുള്ള സന്തോഷമില്ലായ്മയും തോന്നാതെ ഏറ്റവും സന്തോഷത്തോടുകൂടി ജീവിതത്തിൽ പരിചയപ്പെടുകയും ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയും നടക്കുകയും ചെയ്യുകയും ജീവിതത്തിൽ നിന്ന് പോവുകയും ചെയ്ത രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും. അവരുടെ ഓർമ്മകൾക്ക് മുന്നേ ഞാൻ ഏറ്റവും നല്ല ഓർമ്മകൾ മാത്രം സൂക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ കഥകളെക്കുറിച്ച് പ്രമോദ് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഓണക്കൂർ സാറിനെ പോലെ മലയാള സാഹിത്യത്തിൽ ഇത്രയും ലബ്ധപ്രതിഷ്ഠനായ അദ്ദേഹം അവസാന നിർണയം നടത്തിയ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ 1ാം സമ്മാനം 1, 2, 3 സമ്മാനങ്ങൾ നേടിയ ഈ 3 കഥകളും അത് പിന്നെ വളരെ വ്യത്യസ്തമായ ഭാഷയും, അല്ലെങ്കിൽ ഓരോ കഥകളെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല, കാരണം ഇത്രയും സമയം വൈകി, കുറച്ച് സമയം ഇനിയും പ്രോഗ്രാമുണ്ട്. അതുകൊണ്ട് ഞാൻ 1 മിനിറ്റ് കൊണ്ട് പറയാം. 1, 2, 3 സമ്മാനം കിട്ടിയ 3 കഥകളും അവർ 3 പേരും 2 പേരും ഒരാൾ മൈഥിലിയുടെ ഫാദറും കൂടെയുണ്ട്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും കഥകൾ ഭാഷയിലും അല്ലെങ്കിൽ പുതിയ കാലത്തെ കഥയിലൂടെ അവതരിപ്പിക്കുന്ന കാര്യത്തിലും വളരെ വ്യത്യസ്തമായ ഒരു സ്വരം കേൾപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ കഥകളുടെ ഭാഷ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം, അതിൻ്റെ എഴുത്ത് രീതി മലയാളത്തിൽ ഏറ്റവും പുതിയ കാലത്ത് ഇന്ന് മലയാളത്തിലെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെടുന്ന കഥകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവരെ പോലെ തന്നെ അവരുടെ ഏറ്റവും നല്ല ശക്തമായ തുടർച്ചയാവാൻ കഴിവുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഭാഷയും ഭാവനയും ഉണ്ട് എന്ന് ഈ 3 യുവ കഥാകൃത്തുക്കളും തെളിയിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാ ആശംസകളും. നന്ദി. താങ്ക് യു സർ. ഭാരത് ഭവൻ മുൻ മെമ്പർ സെക്രട്ടറി സതീഷ് ബാബു പയ്യന്നൂരിൻ്റെ ഓർമ്മയ്ക്കായി ഭാരത് ഭവൻ ഏർപ്പെടുത്തിയ സംസ്ഥാനതല കലാലയ ചെറുകഥാ മത്സരത്തിൻ്റെ പുരസ്കാരദാനത്തിലേക്ക് കടക്കുകയാണ്. തിരൂർ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റിയിലെ MA മലയാളം 1ാം വർഷ വിദ്യാർത്ഥി ഷഹീർ പുളിക്കൽ രചിച്ച ഒലീവെണ്ണയുടെ മണമുള്ള 3 രാവുകൾ എന്ന ചെറുകഥയ്ക്കാണ് 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. പുരസ്കാരം സ്വീകരിക്കുവാനായി ശ്രീ ഷഹീർ പുളിക്കലിനെയും ഈ പുരസ്കാരം ഷഹീറിന് നൽകുവാനായി ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സതീഷ് സാറിൻ്റെ പേരിലുള്ള ഈ പുരസ്കാരം ഷഹീറിന് സമർപ്പിക്കുവാനായി ശ്രീമതി ഗിരിജ സതീഷ് ബാബു മാമിനെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സംസ്ഥാനതല കലാലയ ചെറുകഥാ മത്സരത്തിൻ്റെ ആദ്യ സ്ഥാനം കരസ്ഥമാക്കിയ ഒലീവെണ്ണയുടെ മണമുള്ള 3 രാവുകൾ എന്ന കഥയുടെ രചയിതാവ് ശ്രീ ഷഹീർ പുളിക്കൽ. നല്ലൊരു കയ്യടി നൽകാം.
രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത് തിരുവനന്തപുരം നാഷണൽ കോളേജിലെ MSW 2ാം വർഷ വിദ്യാർത്ഥിനിയായ മൈഥിലി DS ആണ്. മൈഥിലിക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. മൈഥിലിയുടെ അമ്മയും അച്ഛനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ സുധീരൻ MS-നെയും ശ്രീമതി ദീപയും വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മൈഥിലിക്ക് വേണ്ടിയിട്ട് മൈഥിലിയുടെ മാതാപിതാക്കൾ ഈ പുരസ്കാരം സ്വീകരിക്കുന്നു. മെമന്റോ പ്രശസ്തി പത്രവും ക്യാഷ് അവാർഡുമാണ് പുരസ്കാര ജേതാക്കൾക്ക് സമർപ്പിക്കുന്നത്. ആദ്യ സ്ഥാനത്ത് എത്തിയ ഷഹീറിന് 10,001 രൂപ ക്യാഷ് അവാർഡാണ് സമ്മാനിച്ചത്. മൈഥിലിക്ക് 7,001 രൂപ ക്യാഷ് പ്രൈസാണ് സമർപ്പിക്കുന്നത്. എംബ്രോയിഡറി എന്ന ചെറുകഥയ്ക്കാണ് 2ാം സ്ഥാനം ലഭിച്ചത്. മൂന്നാം സ്ഥാനത്ത് MG യൂണിവേഴ്സിറ്റിയിൽ BA ഹിസ്റ്ററി വിദ്യാർത്ഥിയായ ഫാദർ റിനു വർഗീസ് മാത്യു രചിച്ച കടൽ എന്ന ചെറുകഥയ്ക്കാണ് 3ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. മെമന്റോ പ്രശസ്തി പത്രം, 5,001 രൂപ ക്യാഷ് പ്രൈസ് എന്നിവയാണ് ഫാദർ റിനു വർഗീസ് മാത്യുവിന് സമർപ്പിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഇന്നിവിടെ ആദരിക്കപ്പെടുന്ന 2 ശ്രേഷ്ഠ വ്യക്തികൾ വ്യത്യസ്തമായ മേഖലകളിലെ അവരുടെ സംഭാവനകൾ കൊണ്ട് മലയാളിയുടെ മനസ്സിൽ ഇടം പിടിച്ചവരാണ്. കാലിഗ്രഫി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്ന പേരും രൂപവും ആർട്ടിസ്റ്റ് നാരായണൻ ഭട്ടതിരിയുടേതാണ്. ഭാരതത്തിൽ നിന്ന് ആദ്യമായി വേൾഡ് കാലിഗ്രഫി അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതനായ അദ്ദേഹത്തിന് ഭാരത് ഭവന്റെ സ്നേഹാദരം സമർപ്പിക്കുകയാണ്. ഈ ആദരം ഏറ്റുവാങ്ങുവാനായി പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരി സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ആദരം അദ്ദേഹത്തിന് സമർപ്പിക്കുവാനായി ശ്രീ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. കലാകൗമുദിയിലും സമകാലിക മലയാളത്തിലും പിന്നെ ഒട്ടേറെ പുസ്തകങ്ങളുടെ പുറം ചട്ടകളിലുമൊക്കെ നാം കണ്ട അതിശയിച്ചു നിന്നിട്ടുള്ള അതിമനോഹരമായ വൈവിധ്യവും വൈചിത്ര്യവുമായ അക്ഷരലോകത്തിന് മുന്നിൽ ഈ സ്നേഹാദരം ഭാരത് ഭവൻ സമർപ്പിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ആർട്ടിസ്റ്റ് നാരായണ ഭട്ടതിരി. മലയാളത്തിലെ ആധുനിക ചലച്ചിത്ര നിരൂപണത്തിന് ആരംഭം കുറിച്ചവരിൽ പ്രമുഖൻ, കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന്റെ ആദ്യകാല പ്രവർത്തകൻ, കഴിഞ്ഞ ദിവസം 80ാം പിറന്നാൾ ആഘോഷിച്ച ശ്രീ MS തോമസ് സർ ഇപ്പോഴും പ്രായത്തിന്റെ ക്ഷീണമോ അവശതകളോ വകവയ്ക്കാതെ ചലച്ചിത്രകലയുടെ സമസ്ത മേഖലകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒട്ടേറെ തലമുറകളെ ചലച്ചിത്രകലയുടെ അർത്ഥവും വ്യാകരണവും പഠിപ്പിച്ച് ശ്രീ MS തോമസ് സാറിന് ഭാരത് ഭവന്റെ സ്നേഹാദരം സമർപ്പിക്കുന്നു. ഈ ആദരം അദ്ദേഹത്തിന് സമർപ്പിക്കുവാനായി ശ്രീ രഘുത്തമൻ സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
മറ്റൊരാദരം കൂടി തോമസ് സാറിന് സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ സാറിനെ അദ്ദേഹത്തിന് പൊന്നാട അണിയിച്ച് ആദരിക്കുവാനായി വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. മറുപടി പ്രഭാഷണത്തിനായി ശ്രീ നാരായണ ഭട്ടതിരി സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഈ ആദരം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. കൂടുതൽ സന്തോഷമാണോ സങ്കടമാണോ എന്നറിയില്ല. എൻ്റെ സുഹൃത്തുക്കളായ സതീഷ് ബാബുവിൻ്റെയും പ്രശാന്ത് നാരായണൻ്റെയും ഓർമ്മ ദിവസങ്ങൾ ഇതിൽ ലഭിച്ചത് അവിസ്മരണീയമാകാം. എൻ്റെ ഈ കാലിഗ്രാഫിക്ക് വേണ്ടി ഒരുപാട് സഹായിച്ച 3 പേരാണ് ഉള്ളത്. 3 പേരും മരിച്ചുപോയി. ഒന്ന് സുന്ദർ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്താണ്. അത് കഴിഞ്ഞ് സതീഷ് ബാബു ഭാരത് ഭവന് വേണ്ടിയിട്ട് എൻ്റെ കാലിഗ്രാഫി എക്സിബിഷൻ ഡൽഹിയിലും മറ്റു പല സ്ഥലത്തും നടത്താൻ വേണ്ടി സമയം കണ്ടെത്തുകയും എന്നെ അതിൽ കൂടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതേപോലെ പ്രശാന്ത് നാരായണനും അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ മാഗസീനായ കളത്തിലൂടെ 100 എപ്പിസോഡാണ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചത്. അങ്ങനെ എൻ്റെ ഈ കാലിഗ്രാഫിയുടെ വളർച്ചയിൽ ഇവരുടെ സഹായം ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. ഈ ദിവസം തന്നെ ഈ ഒരു ആദരവ് ഏറ്റുവാങ്ങുന്നതിൽ ഉള്ള സന്തോഷമുണ്ട്. അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമിക്കുന്നു. നമസ്കാരം. മറുപടി പ്രഭാഷണത്തിനായി തോമസ് സാറിനെ സാദരം ക്ഷണിച്ചു. പ്രിയമുള്ളവരെ, ഒരു ചെറുപുഞ്ചിരി പോലും അപൂർവമായ കാലത്ത് എനിക്ക് 80-ാം വയസ്സിൽ ലഭിക്കുന്നത് അന്തമില്ലാത്ത അനന്തമായ സ്നേഹമാണ്. എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ആരോടൊക്കെ നന്ദി പറയണമെന്നും അറിയില്ല. അനേകം മുഖങ്ങൾ ഉയർന്നു വരുന്നു. പ്രമോദ് പയ്യന്നൂരും ഭാരത് ഭവനും എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ചെയ്തതെല്ലാം ലക്ഷ്യബോധത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും നിർവഹിച്ചു. മണ്ണിൽ മനുഷ്യനോടൊപ്പം നിൽക്കാൻ എന്നും ശ്രമിച്ചു. നിലപാടുകൾ മുറുകെ പിടിച്ചു. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലായിരുന്നു. നല്ല സിനിമയോടൊപ്പം എന്നും നിലകൊണ്ടു. അന്നും ഇന്നും. അതാണ് എന്നെ ഞാനാക്കിയത്, എന്നെ ജീവിപ്പിക്കുന്നത്. ഇന്നെനിക്കറിയാം, സിനിമ എന്ന മഹാപ്രവാഹത്തിൽ എന്നോ ഇഴചേർന്ന എൻ്റെ പ്രവർത്തനങ്ങളുടെ അഭാവത്തിൽ അത് പൂർണ്ണമാകില്ല എന്ന്. ആ തിരിച്ചറിവോടെ ശിഷ്ടകാലവും നിങ്ങളുടെ എല്ലാം ആശീർവാദത്തോടെ ഞാൻ തുടരുമെന്ന് ഉറപ്പു തരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനായി കോഴിക്കോട് നിന്നും പ്രശാന്ത് നാരായണൻ സാറിൻ്റെ സുഹൃത്തുക്കളായ റഫീഖ് ആൻഡ് ജയ്നാഥ് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ തുളുമ്പുന്നൊരു ഉപഹാരം അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ശ്രീമതി കലാസാവത്രിക്ക് സമർപ്പിക്കുവാനായി വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു ശ്രീ റഫീഖ് ആൻഡ് ജയ്നാഥ്.
പ്രശാന്ത് നാരായണൻ്റെ നാടകങ്ങളിലെ സജീവ സാന്നിധ്യമാണ് റഫീഖും ജയ്നാഥും. ഏറെ കാലത്തെ സുഹൃത്ത് ബന്ധമാണ് ഇവർക്കിടയിലുള്ളത്. ഈ അനുസ്മരണ സമ്മേളനത്തിന് ശേഷം വേദിയിൽ ക്യാമ്പസ് തിയേറ്റർ അവതരണം നടക്കുന്നതാണ്. മനോഹരമായ സ്നേഹോപകാരം ശ്രീ റഫീഖ് ആൻഡ് ജയ്നാഥ് ശ്രീമതി കലാസാവിത്രിക്ക് സമർപ്പിക്കുന്നു. ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുവാനായി ശ്രീമതി കലാസാവിത്രി മാമിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും വിശിഷ്ടരായ പ്രിയപ്പെട്ടവരെ, സ്നേഹ നമസ്കാരം. ഇങ്ങനെ ഒരു ചടങ്ങിന് നന്ദി പറയേണ്ടി വരിക എന്നത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നിസ്സഹായതയാണ്. ഒരുപക്ഷെ ആ നിസ്സഹായത തന്നെയാണല്ലോ ഒരു മനുഷ്യൻ്റെ പൂർണ്ണതയും അപൂർണതയും എന്ന് കരുതാം. ഏറെ സമയം വൈകിയ ഒരു വേളയാണിത്. എങ്കിലും പ്രശാന്തേട്ടനെക്കുറിച്ച് വളരെ ഹൃദയത്തിൽ തൊട്ട സ്മരണകൾ ഇവിടെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ പ്രശാന്ത് നാരായണനെക്കുറിച്ച് എന്തു പറയാൻ എനിക്ക് കഴിയും. സതീഷേട്ടൻ എന്നെ അനിയത്തിയെ പോലെ വളരെയേറെ ചേർത്ത് പിടിച്ചിട്ടുള്ള, എൻ്റെ എഴുത്തുകളെ ഏറെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചിട്ടുള്ള ആളായിരുന്നു. വളരെ സീനിയർ മോസ്റ്റായിട്ടുള്ള എഴുത്തുകാരനാണ് സതീഷ് ബാബു പയ്യന്നൂർ. പക്ഷേ പരിചയപ്പെട്ട നാൾ മുതൽ തന്നെ ഏറെ സ്നേഹത്തോടുകൂടി എൻ്റെ എഴുത്തുകളെ ചേർത്ത് പിടിക്കുകയും കലാകൗമുദിയിലോ ദേശാഭിമാനിയിലോ ഒക്കെ ഒരു ആർട്ടിക്കിളോ ഒരു കവിതയോ ഒക്കെ വന്നാൽ അപ്പം തന്നെ അന്ന് തന്നെ സതീഷേട്ടൻ വിളിക്കും, അതിൻ്റെ അഭിപ്രായം പറയും. പിന്നെ ഇടയ്ക്ക് ഞാൻ കലാകൗമുദിയിൽ 1-2 ചെറിയ കഥകൾ എഴുതിയിരുന്നു. അപ്പോൾ സതീഷേട്ടൻ വിളിച്ചിട്ട് ശാസിച്ചു, കവിതയിൽ ഉറച്ചു നിന്നാൽ പോരെ, എല്ലാ മേഖലകളിലൂടെ കൈവെക്കണോ എന്ന് ചോദിച്ചു. പിന്നീട് ഞാൻ കഥ എഴുതിയിട്ടില്ല. അത് വളരെ സത്യമുള്ള ഒരു ശാസനയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. സാധാരണ വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള എഴുത്തുകാരും പുതുതായി വരുന്നവരെ ഒന്നും അങ്ങനെ പൊതുവേദിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാറില്ല. നമ്മൾ കാണുന്നവരെയും കണ്ടില്ല എന്ന് നടിച്ചു പോകാനോ ശ്രമിക്കുന്ന എല്ലാ മേഖലകളെപ്പോലെ തന്നെയാണ് സാഹിത്യ സാംസ്കാരിക മേഖലയും. പക്ഷെ സതീഷേട്ടൻ താജ്മഹൽ എന്ന പ്രശാന്തേട്ടൻ്റെ നാടകത്തിന് ഒ.പി. സുരേഷിൻ്റെ താജ്മഹൽ എന്ന കവിതയുടെ രംഗാവിഷ്കാരം ചെയ്തപ്പോൾ അതിന് സംഭാഷണം ഞാൻ എഴുതിയിരുന്നു. അത് ആ നാടകം കണ്ടതിന് ശേഷം സതീഷേട്ടൻ എൻ്റെ ഇന്ന് ആ സംഭാഷണം മുഴുവൻ വാങ്ങിക്കുകയും താജ്മഹലിനെ കുറിച്ചൊരു ആർട്ടിക്കിള് ദേശാഭിമാനി എഴുതിയപ്പോൾ എൻ്റെ സംഭാഷണങ്ങൾ അത്രയും കോട്ട് ചെയ്യുകയും വളരെ ഇഷ്ടത്തോടു കൂടി എൻ്റെ എഴുത്തിനെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കുകയും ചെയ്തു ദേശാഭിമാനി വാരികയിൽ. എനിക്ക് വളരെ അതിശയം തോന്നി. ഒരു പക്ഷേ എന്നെ അവിടെ
പറയാതെ പോകാം സതീഷ് ഏട്ടനെ. പക്ഷേ ആ പറയാതെ പോകുന്നവർക്കിടയിൽ ഏറെ വ്യത്യസ്തത പുലർത്തിയിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു സതീഷ് ബാബു പയ്യന്നൂർ. കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സർഗശേഷികളെക്കുറിച്ച്, പ്രതിഭാധനത്വത്തെക്കുറിച്ച് ശക്തമായ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തിനത് പറയാൻ തെല്ലും സങ്കോചമുണ്ടായിരുന്നില്ല. അത് ഏറെ ബഹുമാനം തോന്നുന്ന ഒരു വ്യക്തിത്വമാണ്. ഗിരിജ ടീച്ചർ പലപ്പോഴും സതീഷ് ഏട്ടൻ്റെ പല കാര്യങ്ങളും അയച്ചു തരുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും സതീഷ് ഏട്ടൻ്റെ ഓരോ വിളികൾ. എത്രയോ 1-1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സംഭാഷണങ്ങൾ. കളത്തിന് വേണ്ടിയിട്ട് നോട്ടം എന്ന പേരിലൊരു ദിന പരമ്പര എഴുതാനായിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. അതിനുവേണ്ടി ഭട്ടതിരിമാഷ് ടെംപ്ലേറ്റ് എല്ലാം ചെയ്തു തന്നിരുന്നു. അതേക്കുറിച്ച് സതീഷ് ഏട്ടൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. പക്ഷേ അത് എഴുതിത്തരാതെ പോയി. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ നിരന്തരമായി ഓർമ്മിപ്പിക്കണം കല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ധാരാളം ഓർമ്മകൾ സതീഷ് ഏട്ടനുമായിട്ടുണ്ട്. താജ്മഹൽ അവതരണത്തിന് ശേഷം സതീഷ് ഏട്ടൻ പങ്കുവച്ച ആ സ്നേഹത്തോടു കൂടിയുള്ള ചേർത്തുപിടുത്തം, താജ്മഹലിൽ മുംതാസും ബാവുട്ടിക്കയുമായി അഭിനയിച്ച ഗംഭീര 2 ആർട്ടിസ്റ്റുകൾ ഇവിടെ ഇരിപ്പുണ്ട്, സ്നേഹ ശ്രീകുമാറും. അവർക്കറിയാം സതീഷ് ഏട്ടൻ്റെ ആ ചേർത്തുപിടുത്തം. ശ്രീകുമാരൻ നമ്പി സാറും സതീഷ് ഏട്ടനും കൂടി അന്ന് സംസാരിച്ചതുമൊക്കെ. സതീഷ് ഏട്ടൻ പോയി എന്ന് വിശ്വസിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് സമകാലീനർ നമ്മളെ പഠിക്കുകയോ ഇതുപോലെയുള്ള പ്രതിഭാധനരായിട്ടുള്ള കലാകാരന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും പഠിക്കുകയോ ചേർത്ത് പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നതിനും എത്രയോ മടങ്ങ് ഒരു 20-30 വർഷങ്ങൾക്ക് ശേഷം ഉള്ള തലമുറ അത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ രഘുത്തമൻ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്കും സംശയമില്ല. പ്രശാന്ത് നാരായണൻ്റെ ഛായാമുഖി ഒരു 20-30 വർഷത്തിന് ശേഷമുള്ള കുട്ടികൾ അതിനെ തേടി വരുമെന്നും അത് പ്രശാന്ത് നാരായണൻ്റെ വർക്കുകൾ അതിനായി കളത്തിൽ സ്വരുക്കൂട്ടി വയ്ക്കേണ്ടതുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എനിക്ക് ജെൻസിയിലും ജൻ ആൽഫയിലും 2025 മുതൽ ജനിക്കുന്ന ജനറേഷൻ ബീറ്റയിലുമൊക്കെ നല്ല വിശ്വാസമുണ്ട്. അവർ തീർച്ചയായും ഒരു പക്ഷേ ഇന്നത്തെക്കാൾ എത്രയോ മടങ്ങ് ശക്തമായിട്ട് തിയേറ്ററിനെ പഠിക്കും. തിയേറ്റർ ഇൻ എഡ്യൂക്കേഷൻ എന്ന് പ്രശാന്ത് നാരായണൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടന്ന ആ വിഷയം കേരളത്തിൻ്റെ കരിക്കുലത്തിൽ ശക്തമായി കടന്നു വരും. തിയേറ്റർ ആക്ടിവിസ്റ്റുകൾക്ക്, പ്രൊഫഷണൽസിനെ ഇന്ന് കിട്ടുന്നതിനേക്കാൾ എത്രയോ അധികം ബഹുമാനത്തോടുകൂടിയും ഏറ്റവും അഭിമാനത്തോടുകൂടിയും അവർക്ക് ജീവിക്കാൻ കഴിയുന്ന, അവർ പഠിച്ച തൊഴിൽ കൊണ്ട് ഒരു ഡോക്ടർ MBBS പഠിച്ച ആൾ ഡോക്ടറാവുന്നത് പോലെ, എൻജിനീയറിംഗ് കഴിഞ്ഞ ആൾ എൻജിനീയർ ആകുന്നത് പോലെ അവരും അതേ പഠിച്ച വിഷയത്തിൽ പ്രൊഫഷണലായി അതിഗംഭീരമായി സമുന്നതമായി സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടായി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അക്കാലത്തിനായി നമുക്ക് ചിലത് കരുതി വയ്ക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഉത്തരവാദിത്തം കളത്തിനുമുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഭാരത് ഭവൻ്റെ കഴിഞ്ഞ 10 വർഷമായി ഭാരത് ഭവനെ ഇന്ത്യയിലുടനീളം അതിഗംഭീരമായ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് സ്ഥാപനമായി വളർത്തി വലുതാക്കി സമുന്നതമാക്കി തീർത്ത ശ്രീ പ്രമോദ് പയ്യന്നൂർ ഏത് സമയത്തും അദ്ദേഹത്തെ വിളിച്ച് ഒരു സാംസ്കാരിക പരിപാടിയെക്കുറിച്ച്, നാടകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ നോ എന്ന് അദ്ദേഹം പറയില്ല. ഇക്കാര്യത്തിൽ പ്രശാന്ത് നാരായണൻ അനുസ്മരണം എന്ന വിഷയം ഞാൻ പറഞ്ഞു, ഞാൻ വളരെ അൺഹെൽത്തിയാണ്, എൻ്റെ സിറ്റുവേഷൻ ഇതാണ്, അങ്ങനെ നേരിട്ട് വന്ന് കാണാൻ പറ്റില്ല. ഒന്നും ഏറ്റവും തിരക്ക് പിടിച്ച അവസരത്തിൽ പോലും വിളിച്ച ഉടനെ തന്നെ ഒരു നോയും പറയാതെ പിന്നെന്താ നമുക്ക് നടത്താലോ, പ്രശാന്തിനെ അനുസ്മരിച്ചില്ല പിന്നെ ആരെ എന്ന് പറഞ്ഞ അധ്യക്ഷനെ ഞാൻ എൻ്റെ ഏറ്റവും വിനീതമായ നന്ദി ഈ ചടങ്ങിൻ്റെ പേരിൽ അർപ്പിച്ചുകൊള്ളുന്നു.
ഈ നന്ദി എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം അഷ്ടമൂർത്തി മാഷ്, നമ്മുടെ ചെറുപതാകൃത്ത് അഷ്ടമൂർത്തി മാഷ് പറഞ്ഞ കുറിച്ച ഒരു കുറിപ്പിങ്ങനെ ഓർമ്മ വരും. ഈ നന്ദി പറയുന്നവർ ഈ സംഘാടകരുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അർപ്പിച്ചു കൊള്ളുന്നു എന്നിങ്ങനെ ആവർത്തിച്ച് പറയാത്ത ഒരു നന്ദി കേട്ടിരുന്നെങ്കിലും അദ്ദേഹം പറഞ്ഞത് ഓർത്തു പോകുന്നു. എങ്കിലും സ്വാഗതം ആശംസിച്ച ഡോക്ടർ സന്ധ്യ എസ് നായർ, ഏറ്റവും വിനീതമായ നന്ദി. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രഭാവർമ്മ സാർ, ഒരുപക്ഷെ പ്രഭാവർമ്മ സാറിൻ്റെ ശ്യാമമാധവം കുറച്ച് വർഷങ്ങളോളം ഞാൻ ഏത് സമയത്തും നാമം പോലെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അതിൻ്റെ ഒരു ഗദ്യ പരിഭാഷയും വ്യാഖ്യാനവുമൊക്കെ രചിക്കുകയും ചെയ്തിരുന്നു. അപ്പം പ്രഭാവർമ്മ സാർ ഏറ്റവും മലയാള സാഹിത്യ സാംസ്കാരിക ലോകത്ത് സമുന്നതമായ പദവികൾ അലങ്കരിക്കുന്ന 2 എഴുത്തുകാരാണ്, പ്രഭാവർമ്മ സാറും ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറും. അപ്പോൾ ഗംഭീരമായ 2 പ്രഭാഷണങ്ങൾ നമുക്ക് അവരിൽ നിന്ന് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി. പ്രഭാവർമ്മ സാറിന് ഈ ചടങ്ങിൻ്റെ പേരിൽ എൻ്റെ നന്ദി. ശ്രീ ഡോക്ടർ ജോർജ് ഓണക്കൂർ സാറിനും ചടങ്ങിൻ്റെ പേരിൽ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഡോക്ടർ രാജശ്രീ വാര്യർക്ക് വരാൻ കഴിഞ്ഞില്ല. ടീച്ചറിന് ആദ്യം 17 എന്നാണ് നമ്മൾ പരിപാടി പറഞ്ഞ് 19ലേക്ക് മാറ്റിയപ്പോൾ മാറ്റാൻ പറ്റാത്ത ഒരു പരിപാടിയിൽ പെട്ടുപോയതിനാൽ വന്നില്ല. സതീഷേട്ടനെ അനുസ്മരിച്ച ശ്രീ PS പ്രദീപ്, അദ്ദേഹത്തിന് ചടങ്ങിൻ്റെ പേരിൽ ഏറ്റവും വിനീതമായ നന്ദി. പ്രശാന്തേട്ടനെ ഏറ്റവും ഗംഭീരമായി അനുസ്മരിച്ച രഘുത്തമൻ ചേട്ടന് ചടങ്ങിൻ്റെ പേരിൽ ഏറ്റവും വിനീതമായ നന്ദി. സതീഷേട്ടൻ്റെയും പ്രശാന്തേട്ടൻ്റെയും അടുത്ത സുഹൃത്തായിരുന്ന C. അനൂപ് ശ്രീ, അദ്ദേഹത്തിന് ഏറ്റവും വിനീതമായി നന്ദി. ഗിരിജ ടീച്ചറിന് ചടങ്ങിൻ്റെ പേരിൽ ഏറ്റവും വിനീതമായ നന്ദി ഞാനിവിടെ പ്രകടിപ്പിക്കുന്നു. ആദരം ഏറ്റുവാങ്ങിയ നാരായണ ഭട്ടതിരി മാഷിനെ കുറിച്ച് പറയുമ്പോൾ കളം എന്ന ഒരു തിയേറ്റർ മാസിക ഉണ്ടായി വന്നതിന് പിന്നിൽ, കളം എന്ന ഒരു ഓൺലൈൻ മാധ്യമം ഉണ്ടായി വന്നതിൻ്റെ പിന്നിൽ ഏറ്റവും മനോഹരമായ ഒരു കൈയക്ഷരം അല്ലെങ്കിൽ ഡിസൈൻ ഭട്ടതിരി മാഷിൻ്റേതായിരുന്നു. ഭട്ടതിരി മാഷ് ഇല്ലാതെ കളത്തെക്കുറിച്ച് ഒരു നിമിഷവും ഓർക്കാൻ കഴിയില്ല. കാരണം ഇതിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഈ ലോഗോ ഭട്ടതിരി മാഷിൻ്റെ മനോഹരമായ വർക്കാണ്. അപ്പോൾ ഭട്ടതിരി മാഷ് കളത്തിൽ നിന്ന് അന്യമല്ലാത്ത ഏറ്റവും ആത്മനിഷ്ഠമായ ഒരു ഇഷ്ടമാണ് കളത്തിൻ്റേത്. പ്രശാന്തേട്ടൻ എത്രയോ മണിക്കൂറുകളാണ് ഭട്ടതിരി മാഷുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ എന്നെയും കൂടെ കൊണ്ടുപോകും. വളരെ രസകരമായ എന്തെങ്കിലുമൊക്കെ തമാശകൾ ഭട്ടതിരി മാഷ് ഓരോ സമയത്തും ഓർത്തെടുത്ത് പറയുന്ന, അത് ഓർക്കുവാനായി ധാരാളമുണ്ട് ഭട്ടതിരി മാഷിന്. കാരണം എന്നും ഭട്ടതിരി മാഷിൻ്റെ കാൽക്കൽ സ്നേഹ നമസ്കാരം ചെയ്യുന്നു. ഭട്ടതിരി മാഷിന് നന്ദി. MF തോമസ് സാർ, അദ്ദേഹം സിനിമാ മേഖലയിലെ നിരൂപണത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ പദവി അലങ്കരിക്കുന്ന അദ്ദേഹത്തിന് ഈ പരിപാടിയുടെ പേരിൽ നന്ദി. ഈ പ്രോഗ്രാമിന് എത്തിച്ചേർന്ന ഈ സദസ്സിനെ ഏറ്റവും മനോഹരമായി അലങ്കരിക്കുന്ന വിശിഷ്ടരായ ഓരോരുത്തർക്കും, പ്രശാന്ത് നാരായണനെ സ്നേഹിക്കുന്ന, സതീഷ് ബാബു പയ്യന്നൂരിനെ സ്നേഹിക്കുന്ന, കളത്തെ സ്നേഹിക്കുന്ന, നാടകത്തെ സ്നേഹിക്കുന്ന, മലയാള സാംസ്കാരിക ലോകത്തെ ചെറുകഥയെ, നോവലിനെ ഒക്കെയും സ്നേഹിക്കുന്ന ഏറ്റവും പ്രൗഢമായ ഈ സദസ്സിന് എൻ്റെ ഏറ്റവും വിനീതമായ നന്ദി. പിന്നെ ഭരത് ഭവൻ സെക്രട്ടറി ശ്രീ പ്രമോദ് പയ്യന്നൂരിന് ഈ പരിപാടി ഇത്രയും മനോഹരമാക്കി തരാൻ യത്നിച്ച അദ്ദേഹത്തിൻ്റെ മനസ്സിന്, ഗംഭീരമായ ഒരു പ്രഭാഷണം നടത്തിയ അദ്ദേഹത്തിന് ചടങ്ങിൻ്റെ പേരിൽ എൻ്റെ പേരിൽ നന്ദി. ഭാരത് ഭവൻ്റെ പ്രിയപ്പെട്ട എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും, ആങ്കർ ചെയ്ത ആതിര കുട്ടിക്ക്, പിന്നെ ലൈറ്റും സൗണ്ടും തന്ന ഭാരത് ഭവൻ്റെ പ്രവർത്തകർക്ക്, ഫോട്ടോയും വീഡിയോയും എടുക്കുന്ന പ്രശാന്ത് ലെൻസ് വ്യൂവിൻ്റെ പ്രവർത്തകർക്ക്, എന്താ പറയണ്ടേ എന്നറിയില്ല. കാരണം അങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല.
പേരിൽ അല്ലല്ലോ, കർമ്മത്തിലാണല്ലോ കാര്യം. അപ്പം ഇതിന് ഈ പരിപാടി ഏറ്റവും ഈ വൈകിയ വേളയിലും ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സ്നേഹ നമസ്കാരം, നന്ദി. അതിമനോഹരമായി തിയേറ്ററിൻ്റെ ഏറ്റവും മനോഹരമായ ഇന്ത്യൻ തിയേറ്ററിൻ്റെ രൂപമായ കഥകളി, മലയാളത്തിൻ്റെ നാടകവേദി ഏറ്റവും മനോഹരമായി ലളിതയിൽ നിന്ന് പൂതനയിലേക്ക് ഏറ്റവും മനോഹരമായി അവതരിപ്പിച്ച് നമ്മളെ രസിപ്പിച്ച കലാകാരി ഉഷ രാമവർമ്മ മാഡത്തിന് നന്ദി, ആ ടീമിന് നന്ദി. ഒരുപക്ഷെ നമ്മളെല്ലാവരും, എല്ലാ മനുഷ്യരിലും ഒരു ലളിതയും ഒരു രാക്ഷസ ഭാവവുമുണ്ടല്ലോ. അപ്പം നമ്മളിലെ ലളിതയിൽ നിന്ന് ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന രാക്ഷസഭാവത്തിനെ പുറത്തെടുത്ത് കൊന്നുകളയുന്ന ശ്രീകൃഷ്ണന്മാർ എല്ലാ കാലത്തും അവതരിച്ചിട്ടുണ്ട്, ഇനിയും അവതരിക്കും. ആ പ്രതീക്ഷയാണ് നമുക്ക് നാളത്തെ കാലത്തിന് വേണ്ടിയിട്ട് നൽകാനുള്ളത്. അപ്പോൾ ഈ മനോഹരമായ സായാഹ്നം ഇനിയും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത ഓർമ്മകളെ ചേർത്ത് പിടിച്ച രണ്ട് വിഖ്യാത കലാകാരന്മാരെ ചേർത്ത് പിടിച്ച ഈ സായാഹ്നം സമ്മാനിച്ച എല്ലാവർക്കും നന്ദി. ഇനി നമ്മുടെ വരും തലമുറ യാജ്ഞസേനി എന്ന ഒരു തിയേറ്റർ കലാരൂപം അവതരിപ്പിക്കുന്ന നമ്മുടെ ക്യാമ്പസ് തിയേറ്റർ ടീമിനും സ്നേഹപുരസ്സരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. താങ്ക് യു സോ മച്ച് മാം. ഭാരത് ഭവന് പ്രിയപ്പെട്ട, മലയാളത്തിന് പ്രിയപ്പെട്ട രണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെ ഓർമ്മയിലൂടെയുള്ള സഞ്ചാരം ഇവിടെ അവസാനിക്കുകയാണ്. വേദിയിൽ അടുത്തതായി ക്യാമ്പസ് തിയേറ്റർ അവതരണമാണ്. ഫെമല്ല ഫൗണ്ടേഷൻ അവതരിപ്പിക്കുന്ന യജ്ഞസേനി എന്ന നാടകമാണ് വേദിയിൽ അടുത്തതായി.